ശാസ്ത്രമായിട്ടുള്ള ബന്ധം എന്ന് പറയാം. ശ്രീഹരിം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ലാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം ചിദാനന്തഗുരും. അപ്പൊ നമ്മള് ചിത്തസാധനയെ പറഞ്ഞ് വരികയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ദ്രിയങ്ങൾ കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളുടെ സാധനകൾ ഓരോ ഇന്ദ്രിയത്തിന്റെയും പറഞ്ഞു. എങ്ങനെയാണത് ക്രമികമായി വികസിച്ചു വരുന്നത്? ഓരോ ഇന്ദ്രിയത്തെയും സാധന ചെയ്ത് അവയിലെല്ലാം വിഷയങ്ങളില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഇന്ദ്രിയങ്ങൾ അടങ്ങി വീണ്ടും ആ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിന്റെ സാധന അതും പറഞ്ഞു. മനസ്സിന്റെ സാധന കഴിഞ്ഞ് മനസ്സ് സാധ്യമാണോ സാധനമാണോ? ഓർമ്മയുണ്ടാവും. സാധ്യമല്ല എന്ന് കണ്ടു. തത്വപ്രാപ്തിക്കു ശേഷം മനസ്സും ബുദ്ധിയും ഉണ്ടായിരിക്കട്ടെ അഥവാ ഇല്ലാതിരിക്കട്ടെ, അതുകൊണ്ട് വലിയ ഭേദമില്ല. ആത്മതത്വം പ്രാപ്തമാക്കുന്നതുവരെ മാത്രമേ മനോബുദ്ധികളുടെ ആവശ്യമുള്ളൂ എന്നും കണ്ടു. അപ്പൊ മനസ്സും ബുദ്ധിയും ഗ്രന്ഥങ്ങൾ എപ്രകാരമാണോ അതിലെ ആശയം ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ത്യജിക്കുന്നത്, ഒരുവൻ സഞ്ചരിക്കുന്നത് അവന്റെ സാധനയുടെ ലോകത്തുകൂടിയാണ്. അപ്പൊ ആ സാധന കഴിഞ്ഞാൽ ആ സാധന പിന്നെ സൂക്ഷിക്കേണ്ടി വരുന്നത് അത് സാധ്യമാണെന്ന് ധരിക്കുമ്പോഴാണ്. ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങൾക്കും അത്രേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് ലോകജീവിതം തന്നെ ദ്രവ്യങ്ങളെ എടുത്താലും മനസ്സിനെ എടുത്താലും എന്തിനെ എടുത്താലും ആവശ്യത്തിന് മാത്രമുള്ളതാണ്. ആവശ്യം സമഷ്ടിയുടേതാണെങ്കിൽ, ഈശ്വരസൃഷ്ടമായ ജഗത്തിൽ ഈശ്വരന്റേതാണെങ്കിൽ ജീവസൃഷ്ടിക്ക് പ്രസക്തിയില്ല. ഇതാണ് സാധന കൊണ്ട് ഒരുവൻ അറിയുന്നത്. രണ്ടുതരം ജീവസൃഷ്ടികളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഒന്ന്, താൻ നേരത്തെ കൂട്ടി സങ്കല്പിച്ചുണ്ടാക്കിയിരിക്കുന്ന പ്രപഞ്ചം. താൻ ഉൾപ്പെടെ ഈശ്വരസൃഷ്ടമായ പ്രപഞ്ചത്തിനെതിരാകുന്നു. ഇവിടെ സാധനകളെല്ലാം താളം തെറ്റുന്നു. എല്ലാ സാധനയും. ഞാൻ എന്റെ സാധനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു പ്രപഞ്ചം എനിക്ക് വെളിയിലുണ്ടെന്ന് ഞാൻ ആദ്യം മനസ്സിലാക്കുന്നു. എന്റെ ഉള്ളിലെ പ്രപഞ്ചവുമായി അതെവിടെയെല്ലാം വിയോജിപ്പിലാകുന്നുവോ അത് പുറത്ത് നന്നാക്കിയിട്ട് മാത്രമേ എനിക്ക് സാധന ചെയ്യാൻ കഴിയൂ എന്ന് വന്നാൽ എന്റെ ജീവിതകാലം പോരാതെ വരും. ഇത് ഒന്നാമത്തെ കാര്യം. ഇത് സാധകന്മാരും മറ്റും മനസ്സിലാക്കുന്നില്ല സാധനയ്ക്ക് മുമ്പ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി എന്റെ ജീവസൃഷ്ടിയെയും
പ്രപഞ്ച സൃഷ്ടി അല്ലെങ്കിൽ ഈശ്വര സൃഷ്ടിയെയും അവയുടെ പാരസ്പര്യത്തെയും തിരിച്ചറിയണം. അതിനാണ് വിഷയങ്ങളെ പൃഥക്കരിച്ച് മനസ്സിലാക്കുക, രണ്ട് ഇന്ദ്രിയങ്ങളെ പൃഥക്കരിച്ച് മനസ്സിലാക്കുക, മനോബുദ്ധികളെ പൃഥക്കരിച്ച് മനസ്സിലാക്കുക. അവയെല്ലാം സാധന മാത്രമാണ്, സാധ്യമല്ല എന്നുറയ്ക്കുക. ഇത്രയാണ് ബുദ്ധിയുള്ളവൻ ചെയ്യുന്നത്. പിന്നെ ജീവിത വിജയങ്ങളിൽ ഭൗതികമായോ ആധ്യാത്മികമായോ നേടിയവരെല്ലാം ഇങ്ങനെ ധരിച്ചവരാണ്. അല്ലാതെ ഒരു വിജയമില്ല ജീവിതത്തിൽ. ജീവിതത്തിന് മുഴുവൻ വിജയങ്ങളും അത് ഭൗതികമാകട്ടെ ആധ്യാത്മികമാകട്ടെ അല്പനേരത്തെ സുഖം പോലും ആകട്ടെ ഈ നിമിഷങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ. സത്യത്തിൽ മാത്രമേ സുഖം കിട്ടുള്ളൂ, അസത്യത്തിൽ സുഖം കിട്ടില്ല. എത്ര ഉയരങ്ങളിൽ നിൽക്കുന്നവന്റെയും സംഘർഷസന്ധി ഇതിനെ നിഷേധിക്കുന്നതാണ്. എത്ര ദുഃഖത്തിൽ നിൽക്കുന്നവനും ലഭിക്കുന്ന അല്പമാത്രമായ സന്തോഷം ഇതിനെ അംഗീകരിക്കുന്നതാണ്. ഇതാണ് അതിന്റെ സൂക്ഷ്മ പഠനം. അപ്പൊ സാധനയുടെ ഒരു ലോകം അതാണ്. ഒന്ന് പ്രപഞ്ച സൃഷ്ടി, തന്റെ സൃഷ്ടി. രണ്ടാമത്തത് പ്രപഞ്ച സൃഷ്ടിയെ അംഗീകരിക്കാതെ അങ്ങനെ ഉണ്ട് എന്ന് സമ്മതിക്കാതെ തന്റെ സൃഷ്ടി മാത്രമേയുള്ളൂ എന്ന നിലയിലുള്ള പോക്ക്. ഇതും സാധനയ്ക്കെതിരാണ്. സൃഷ്ടം മായാവൃതമാണ്. സമഷ്ടി മനസ്സിന്റെ ഹിരണ്യഗർഭന്റെ സൃഷ്ടി. സൃഷ്ടി വൈയക്തികമാകുമ്പോൾ തൈജസന്റെ സൃഷ്ടി. ഇത് രണ്ടും അജ്ഞാനദശയിൽ മാത്രമേയുള്ളൂ എന്നറിയുമ്പോൾ സൃഷ്ടങ്ങൾ എരിഞ്ഞടങ്ങുകയും ബോധം ഉളവാവുകയും ചെയ്യും. ഇതാണ് മനസ്സും ബുദ്ധിയും കൊണ്ട് സാധ്യമായി ഒരുവൻ നേടുന്നത്. മനസ്സും ബുദ്ധിയും നേടാൻ മാത്രമായിരിക്കണം. മനസ്സും ബുദ്ധിയും സൃഷ്ടിയെ പോഷിപ്പിക്കുന്ന അജ്ഞാനത്തിലേക്ക് പോകാനാവരുത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായി ചേർന്ന്, അതായത് പ്രപഞ്ച സൃഷ്ടിയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഇന്ദ്രിയങ്ങൾ അവയെ ചേർത്തുവെച്ച് മനസ്സിനെ സഭാമധ്യത്തിൽ വെച്ച് ഹരിച്ചു കൊണ്ടുപോയി വിഷയലോകങ്ങളിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ പ്രാപഞ്ചിക സൃഷ്ടിയും ജീവസൃഷ്ടിയുമായുണ്ടാകുന്ന കൂട്ടുകെട്ടാണ് ഈ ലോകത്ത് കാണുന്നതെല്ലാം. അവിടെ സ്വേച്ഛകൾ ഉത്തരോത്തരം വികസിക്കുകയും ചെയ്യും. തിരിച്ചായാൽ സ്വേച്ഛ കെട്ടടങ്ങുകയും ഏകീഭാവത്തിലേക്ക് വരികയും ചെയ്യും. അപ്പോ വിഷയങ്ങളെന്ന ബഹുലമായ വ്യവസായാത്മികയായ ബുദ്ധിയിൽ നിന്ന് അന്യമായ, വ്യവസായാത്മികയായ ബുദ്ധിയിൽ നിന്ന് അന്യമായ, അവ്യവസായിയായ ഒരു പ്രപഞ്ചമുണ്ടാകും. ബഹുശാഖകളും അനന്തങ്ങളുമായ, അതാണ് അവ്യവസായിയായ ബുദ്ധി വിഷയേന്ദ്രിയ വ്യാപാരത്തിലൂടെ നമുക്ക് തരുന്നത്. അത് നിരന്തരമാണ്, നിത്യമാണ്. ചുറ്റും കണ്ണുപിടിച്ചാൽ കാണാം എത്ര രൂപം. 5 വിഷയങ്ങളേ ഉള്ളൂ ഒരർത്ഥത്തിൽ. അതിൽ എത്ര തരം കളർ കോമ്പിനേഷൻസ്, എത്ര പെർമ്യൂട്ടേഷൻസ്.
ഇന്ദ്രിയത്തിന്റെ തലത്തിൽ എത്തുന്നതിന് മുമ്പ് വിഷയങ്ങളുടെ തലത്തിൽ ചിന്തിച്ചാൽ അനന്തമാണ്. അവ പഠിച്ചു തീരില്ല. അവയിൽ അറിവ് നേടാൻ പോയി പരിസമാപ്തി ഉണ്ടാവില്ല, ശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ അവയെ പഠിക്കലില്ല. കാരണം ഒരു ദൃഷ്ടി കൊണ്ട് തന്നെ അവ സ്വഭാവം മാറ്റുന്നതാണ്. രണ്ടെണ്ണം അടുത്തടുത്തിരുന്നാൽ സ്വഭാവം മാറുന്നതാണ്. ഒന്നിൽ വേറൊന്ന് കലർന്നാൽ സ്വഭാവം മാറുന്നതാണ്. ഇത് അറിയുന്നത് ഒന്നിൽ നിന്ന് നോക്കുമ്പോൾ മാത്രമാണ്. നമ്മളതിന്റെ അങ്ങേയറ്റത്തു നിന്നാണ് തുടങ്ങിയത്. പ്രാപഞ്ചിക വസ്തുക്കളായ വിഷയങ്ങൾ അത് സാധ്യമല്ല, സാധനയാണ് എന്നാ തുടങ്ങിയത്. ഓർമ്മയുണ്ടാവും. അത് സാധ്യമെന്ന് കരുതുമ്പോൾ അവയുടെ നിറം, അവയുടെ രൂപം, അവയുടെ ഭാവം, അവയിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ, അതിന്റെ ഉൾപ്പിരിവുകൾ, അതിനെ മുഴുവൻ അപഗ്രഥിച്ച് പഠിക്കണം. പഠിക്കാൻ അതിനുപകരണമുണ്ടോ? ഇല്ല. അതിനെ പഠിക്കാൻ അതിന്റെ ഉപകരണങ്ങളൊന്നുമല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂതഭൗതിക വസ്തുവിനെ പഠിക്കാൻ മനുഷ്യൻ ഭൂതഭൗതികമല്ലാത്ത അവന്റെ മനസ്സ് ചേർത്താണ് ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂതഭൗതിക പ്രപഞ്ചത്തിന് ഭൂതഭൗതിക പഠനമില്ല. അഥവാ ചരിത്രത്തെ ഭൗതികമായി വ്യാഖ്യാനിക്കാനാവില്ല. ചരിത്രത്തിന്റെ ഭൗതിക വ്യാഖ്യാനം എന്നത് കുതിരയുടെ കൊമ്പ് പോലെ അസാധ്യമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോന്ന് എനിക്കറിയില്ല. കുതിരയ്ക്ക് കൊമ്പ് ഇല്ല. ചരിത്രത്തിന്റെ ഭൂതഭൗതിക വ്യാഖ്യാനം തേടി നിങ്ങൾ പോകുമ്പോൾ ഭൗതിക വസ്തുവിനെ എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നു? ചോദ്യം മനസ്സിലായില്ല. ഓരോ വസ്തു എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്നത്? ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് പഠിക്കുന്നത്. സമ്മതിച്ചോ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് എങ്ങനെ പഠിക്കും? ഇന്ദ്രിയങ്ങൾ ഭൗതികമാണ്. അതിന്റെ പിന്നിലെ മനസ്സിനെയാണ് ഉപയോഗിക്കുന്നത്. മനസ്സെങ്ങനെ പഠിക്കും? ബുദ്ധിയെയാണ് ഉപയോഗിക്കുന്നത്. ബുദ്ധിക്ക് എവിടുന്ന് പ്രകാശം കിട്ടും? ഇങ്ങനെ പോയാൽ ഉത്തരം എളുപ്പം കിട്ടും. അങ്ങോട്ട് പോകണ്ട, നമുക്ക് മറ്റിടത്ത് തന്നെ നിന്ന് പഠിക്കാം. ഒരു വസ്തുവും അതിൽ നിന്നുള്ള ഒരു ചേതനത്വം കൊണ്ട് പഠിക്കാനാവില്ല. പഠിക്കുന്നവന്റെ ചേതനനിലേ പഠിക്കാൻ പറ്റുള്ളൂ. പഠിക്കുന്നവനിൽ വസ്തു സംജാതമാകുന്നത് പൂർവാനുഭവങ്ങളാലും സംസ്കാരങ്ങളാലുമാണ്. അതുകൊണ്ട് മാർക്സിന്റെ കമ്മ്യൂണിസവും ലെനിന്റെ കമ്മ്യൂണിസവും സ്റ്റാലിന്റെ കമ്മ്യൂണിസവും EMSന്റെ കമ്മ്യൂണിസവും AKGയുടെ കമ്മ്യൂണിസവും പിണറായി വിജയന്റെ കമ്മ്യൂണിസവും അച്യുതാനന്ദന്റെ കമ്മ്യൂണിസവും ഒന്നല്ല, ഒന്നാവുകയുമില്ല. സൈദ്ധാന്തികതയിൽ പോലും ഒന്നല്ല, ഒന്നാവുകയില്ല. ഇല്ല. പലപ്പോഴും അവയെല്ലാം പരസ്പര വിരുദ്ധങ്ങളാണ്. അവ ഉപയോഗിച്ചുള്ള പ്രയോജനത്തിന്റെ തലങ്ങളിൽ ഒന്നിച്ചു നിൽക്കുന്നു എന്ന് തോന്നാം. കാതലായ തല അവിടെയാണ്. തൊഴിലാളിയുടെ കുടുംബങ്ങളിലെ നീണ്ട
നീണ്ട കാലത്തെ തലമുറകൾ ചെയ്തു വന്ന തൊഴിലിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയും ഉണ്ടും ഉറങ്ങിയും ജീവിച്ച മുതലാളിത്തത്തിന്റെ തലങ്ങളിൽ അനേക തലമുറകളിലൂടെ വളർന്നു വന്ന ഒരു കുട്ടിയും അനുഷ്ഠാനങ്ങളും ജപങ്ങളും തപങ്ങളുമായി വളർന്ന മതത്തിന്റെ എടാകൂടങ്ങളിൽ നിന്ന് വളർന്നു വന്ന ഒരു കുട്ടിയും ഹിന്ദു മതം എന്നൊരു മതമുണ്ടെന്ന് വിചാരിച്ച് അതിന്റെ ചേതനയിൽ നിന്ന് വളർന്നു വന്ന ഒരു കുട്ടിയും ക്രിസ്തു മതത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് അങ്ങനൊരു മതമുണ്ട്, അതൊരു കൂട്ടായ്മയാണ്, അതൊരു വിശ്വാസമാണ്, ധാരയാണെന്ന് വിചാരിച്ചു വളർന്നു വന്ന ഒരു കുട്ടിയും അതിലെ ഉപവിഭാഗങ്ങളായി ഇസ്ലാം മതത്തിൽ നിന്ന് വന്നതും, സൗരാഷ്ട്രീയനുണ്ടെങ്കിൽ അതിൽ നിന്ന് വന്നതും, സിഖ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വന്നതും എല്ലാം ഇനി ചേർത്തോളുക നിങ്ങൾ. ഞാൻ ഏതെങ്കിലും വിട്ടുപോയാൽ അത് എന്റെയാണെന്ന് വിചാരിക്കരുതേ, വളരെ ഇതായിട്ട് പറയുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും അതിലെ ഉപവിഭാഗങ്ങളായ ജാതികളും വർണ്ണങ്ങളും ചേർന്ന് വരുന്ന കുട്ടിയും ഒന്ന് ചേർന്ന് ഒരിടത്തിരിക്കുമ്പോൾ അവർക്കെല്ലാം സമാനമായി ഒരു സിദ്ധാന്തത്തെ, അവർക്കെല്ലാം സമാനമായി ഒരു ആദർശത്തെ, അവർക്കെല്ലാം സമാനമായി ഒരു ദർശനത്തെ ഭൗതികമായി കാണാൻ കഴിയുമോ? ഇല്ലെങ്കിൽ ഈ വാക്പയറ്റുകളെല്ലാം അർത്ഥശൂന്യങ്ങളാണ്. ഇവിടെയാണ് ഓരോന്നിനെയും പൃഥക്കരിച്ച് ഒരു ഏകീഭാവത്തിൽ ആദ്യം എത്തിക്കണം. അത് കഴിഞ്ഞാൽ സ്വപ്നപരമായ ഒരു തലം അംഗീകരിക്കാനാവും, സ്വീകരിക്കാനാവില്ല. അപ്പോഴും ഇതാ പഴയ വിദ്യാഭ്യാസം. സ്വീകരിക്കാനാവും ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന പോലെ, അംഗീകരിക്കാനാവില്ല. അനേകകാലം സ്വീകരിച്ചു കഴിഞ്ഞാൽ അംഗീകരിക്കാനാവും. അത് സ്ഥൂല സ്ഥൂല വ്യാപാരങ്ങളിലേക്ക് വന്നാൽ അനുഭവമാവും. അങ്ങനെ വരും. അല്ലാതെ ഒരു ക്ലാസ് കേട്ടുകൊണ്ടോ സിലബസ് തീർത്തുകൊണ്ടോ ഒന്നും ആവില്ല. തീർക്കുന്ന എനിക്ക് പോലും ആവില്ല. ഇതൊക്കെ തീർത്തൊന്നു സ്വാമി ഇതൊക്കെ ആയിരിക്കും എന്നൊന്നും വ്യാമോഹിക്കരുത്. സ്വാമിയാണെ സ്വാമിക്ക് കൊള്ളാം, അതൊന്നും പഠിക്കാൻ പോകണ്ട. പഠിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമില്ല. നിങ്ങൾക്കാകാൻ കഴിയുമെന്ന് മാത്രമേ ഇത് കേൾക്കുമ്പോൾ ചിന്തിക്കാവൂ. മറ്റത് എനിക്ക് പ്രയോജനം ഉണ്ടായിരിക്കും ഭൗതികമായി, ആത്മീയമായതും പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഭൗതികമായി നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നല്ല ഇഡലിയും നല്ല സാമ്പാറും ഒന്നും കിട്ടും. അത് കൊള്ളാവുന്ന കാര്യമാണ്. വല്ലപ്പോഴൊക്കെ കയറുക നല്ല സുന്ദരൻ ഇഡലി സാമ്പാറൊക്കെ ഒതുങ്ങി നിന്ന് വിളമ്പിത്തരും. മനസ്സിലായില്ല? നിങ്ങളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ പോലും കഴിക്കടാ തിന്നേച്ച് വിളാണ് വന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഏതാണ്ടൊക്കെ ഉണ്ടാക്കി തന്നേച്ച് വന്ന് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. ശരിയാണ്. മറ്റേത് നിങ്ങളെ ബഹുമാനവും ആദരവും കാണിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സൊന്നും കുനിയും. നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാവും, എനിക്കത് അഹന്തയും ഉണ്ടാകും. കാരണം ഇത്രയും പേര് ബഹുമാനിക്കുന്നുണ്ട്, ഒതുങ്ങി എന്നൊക്കെ ഉടമ്പി തരുന്ന ഞാൻ ഏതാണ്ടൊക്കെയാണെന്ന് തോന്നലുണ്ടാകും. ഉള്ള സാധനയും കൂടെ പോയി കിട്ടും, അത്രയേ ഉള്ളൂ. അങ്ങനെ നിങ്ങളൊരു കുറച്ചു ദൂരം മുന്നോട്ട്, ഞാൻ കുറച്ചു ദൂരം പുറകോട്ടും വന്ന് നമ്മൾ ഒന്നായിട്ടൊരു കൂട്ടുകെട്ടുണ്ടാക്കുമ്പോൾ ലോകം വെള്ളത്തിലും ആവും. ഇത് ഇസ് ദ പ്രോസസ്. ശരിയല്ല? മനസ്സിലായില്ല? ശരിയല്ല? ആര് പോവില്ല എന്നൊന്നുമല്ല നമ്മൾ പറയും. പഠിക്കുമ്പോൾ ഒരു പഠിത്തങ്ങ് പഠിച്ചാൽ മതി. പോകാതിരുന്നാൽ അത് ഭാഗ്യം. ഭാഗ്യം. പോകാതിരിക്കട്ടെ, പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ സംഭവങ്ങളുടെ പോക്ക് ഇങ്ങനെയാണ്. അപ്പൊ പലപ്പോഴും മാനവൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെ അപഗ്രഥിക്കുമ്പോൾ, അതിന്റെ തലം കൊണ്ടുപോകുമ്പോൾ
ഇത് തിരിച്ചറിയണം. അതിനാണ് ആദ്യം വിഷയങ്ങൾ, അത് വളരെ വിപുലമാണ്, എത്ര പഠിച്ചാലും തീരില്ല. ഒരു വിഷയം തന്നെ ഇപ്പൊ കണ്ട് അടുത്ത നിമിഷം നോക്കിയാൽ അത് മാറ്റം വന്നു കഴിയും. അത്ര മാറിക്കൊണ്ടിരിക്കുന്ന ഈ വിഷയപ്രപഞ്ചം, അതിനെ എങ്ങനെ പഠിക്കാൻ പറ്റും ഭൗതികമായി? അതിലെ ചലനം, അതിലെ അംശങ്ങളുടെ ചലനം, അതിലെ ഘർഷണം, വികർഷണം, അതിലെ ആകർഷണം, ഇങ്ങനെ ഒരുപാട് നിയമങ്ങളെ അടങ്ങിയതാണിത്. ഇതെല്ലാം കൂടെ സങ്കീർണമാണ്. മനസ്സിലായില്ല? മറിച്ച് ആ വിഷയത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് വന്നാൽ ഇത് 5ആയി ചുരുങ്ങി. അനന്തകോടിയായ വിഷയങ്ങൾ, എങ്ങനെയാ പറയേണ്ടതെന്നറിയില്ല. അതെല്ലാം കൂടി ഒറ്റയടിക്ക് 5ആയി ചുരുങ്ങി. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഇനി അതിനെ പഠിക്കാൻ കുറച്ചൊരു എളുപ്പമാണ്. അതിത് പറ്റില്ല. അതിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത് ചിന്തകളെ. എപ്പോൾ അതിലേക്ക് പോയി സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു, അതൊക്കെ വികല്പമായേ തീരുള്ളൂ. എല്ലാവരും ശ്രമിക്കുന്നതിനാണ്. പ്രശ്നങ്ങൾ അത്രയും വിഷയലോകങ്ങളിലേക്ക് കൊണ്ടുപോയി അതിനെ അപഗ്രഥിച്ചൊരു പരിഹാരം നേടാനായി ശ്രമിക്കുന്നത്. അതിനുള്ള പെയിന്റ് എല്ലാവരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ശരിയാണ്, അതടിച്ച് ശരിയാക്കാം. ശരിയല്ല? ചിലരുടെ കയ്യിൽ ഇതിനെ ഒന്ന് ഉടച്ചുരുട്ടിയെടുക്കാനുള്ള പദ്ധതിയുണ്ട്. നടക്കില്ല. ഉടച്ചുരുട്ടുമ്പോഴും ഇതിന്റെ സ്വഭാവം ഇതിനുണ്ടാവും. ചിലത് ഉടയുകയല്ല, ഉടഞ്ഞിട്ട് വേണ്ട പിന്നെ ഉരുട്ടാൻ. അതുകൊണ്ട് ആ പണിയൊക്കെ നിർത്തിവെക്കുക നല്ലത്. വിഷയപ്രപഞ്ചത്തെ എത്ര അനുസ്യൂതതകളിൽ നിങ്ങൾ അപഗ്രഥിച്ചാലും അതിന്റെ അനന്തപ്രകൃതിക്ക് മാറ്റം വരുന്നില്ല. ഇത് ആദ്യമായി അറിഞ്ഞ ഒരു സംസ്കൃതിയിലാണ് നിങ്ങൾ പെട്ടതെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ആദ്യം മുതൽ വിഷയപ്രപഞ്ചം അപഗ്രഥിച്ചാണ് നിങ്ങൾ വളർന്നതെങ്കിൽ എത്ര നല്ല വശം കേട്ടാലും അതിലേക്ക് അറിയാതെ പോകും. എന്നിട്ട് അതിനൊരു പരിഹാരം ഇല്ലേ എന്ന് തേടിക്കൊണ്ടിരിക്കും. ഉത്തരം ഒന്നേ ഉള്ളൂ, അതിന് പരിഹാരം ഇല്ല. ക്ലിയറാണ്? മനസ്സിലായി? നമ്പർ 1 ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞതാണ്, ഡീറ്റെയിൽഡായിട്ട്. നമ്പർ 2 ഇന്ദ്രിയങ്ങൾ, അതും എടുത്തു കഴിഞ്ഞതാണ്. ചിത്തത്തെ ഓങ്കാരത്തിൽ അന്വയിപ്പിക്കുന്നതിന് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നുള്ളത് ഓർമ്മ വേണം. എല്ലാം അന്വയിപ്പിച്ചാൽ വികല്പം വീണ്ടും ഉണ്ടാവും. അതുകൊണ്ട് രണ്ടാമത്തെ തലം ഇന്ദ്രിയങ്ങളുടേതാണ്. 5ആണ് പ്രകൃതി. ഇന്ദ്രിയങ്ങൾ സാധ്യങ്ങളല്ല, സാധനങ്ങളാണ്. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെ സ്വാമിയുടെ ഇന്ദ്രിയം അങ്ങനെയല്ല, ഞങ്ങളുടെ ഇന്ദ്രിയം ഇങ്ങനെയാണ്. ഇന്ദ്രിയം എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണ്. മനസ്സിലായി? എല്ലാ ഇന്ദ്രിയവും, ആരുടെ ഇന്ദ്രിയവും, ഇന്ദ്രിയങ്ങൾക്കൊരു മാറ്റമില്ല. ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്ന ദൃഷ്ടികോണത്തിന് മാറ്റം ഉണ്ടാകാം, അത്രേ ഉള്ളൂ. ഇന്ദ്രിയങ്ങളുടെ ധർമ്മം ഒന്നേ ഉള്ളൂ, വിഷയം കാണുക. പക്ഷെ ആ വിഷയം എങ്ങനെ കാണണം, അതാണ് സാധന. ഇന്ദ്രിയത്തിലെ സാധന ഏതാണ്? ഒരാള് ദേഷ്യം വന്ന് സ്ഫോടാ പട്ടി എന്ന് വിളിച്ചു എങ്കിൽ അല്ലേ, അങ്ങനെയാണ് വിളിച്ചത്. ചിലപ്പോൾ ഇംഗ്ലീഷ് ആയിക്കോട്ടെന്ന് വെച്ചാണ് ഈ കട്ടി കൂട്ടാനാണ് സകാരം ചേർത്തത്. ചില ദേഷ്യം കൂടുമ്പോൾ ഒരു ഇംഗ്ലീഷ് ഒക്കെ വരും. അപ്പോ അത് ചേർത്താണ് വിളിച്ചത് എങ്കിൽ അതിലെ സകാരത്തിലെ വ്യഞ്ജനവും അക്ഷരവും സ്വരവും. അക്ഷരം ബ്രഹ്മകൽപ്പനയാണ്. കേൾക്കുന്ന മാത്രയിൽ തന്നെ അക്ഷരത്തെ കേൾക്കാൻ കഴിഞ്ഞാൽ ഇന്ദ്രിയം കുഴപ്പമില്ലാത്തതാണ്.
കേൾക്കുന്ന മാത്രയിൽ തന്നെ അതിൽ അപകടകരമായത് കേൾക്കാൻ കഴിഞ്ഞാൽ ഇന്ദ്രിയ അപകടത്തിൽ. ഇന്ദ്രിയം വിഷയലോകങ്ങളിലാണ് സാധന ചെയ്യുന്നത്. ഇതിലൊരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ ഗുണങ്ങളായ സത്വരജ തമസ്സുകൾക്ക് ഇവിടെ പങ്കുണ്ട്. കൂലിപ്പണി എടുക്കുന്ന ആളുകൾ, മത്തി വിൽക്കുന്ന ആളുകൾ, ഓട്ടോറിക്ഷയിൽ പണിയെടുക്കുന്ന ആളുകൾ, ഇവരൊക്കെ തമ്മിൽ സംഭാഷണം ചെയ്യുമ്പോൾ അവർക്ക് മുൻ സാധനകളൊന്നും കൂടാതെ സുഹൃത്തുക്കളിൽ നിന്ന് കേൾക്കുന്ന തെറിയുടെ അർത്ഥം പ്രേമവും സ്നേഹവുമാണെന്ന് എടുക്കാൻ കഴിയാറുണ്ട്. ശരിയല്ല, ശരിയല്ല. നോക്കിയറിയാം. ഒരു തമ്മിൽ തെറി വിളിച്ചിട്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ചായ കുടിക്കാളാം എന്ന് പറയുന്നത് ഒരു സ്നേഹപ്രകടനമായിട്ടാണ്. അമേരായിട്ട് ശരിയല്ല. ഇത് മുഴുവൻ പഠിക്കുന്ന എനിക്കും നിങ്ങൾക്കും മറ്റൊരാളിന്റെ ശബ്ദത്തെ അങ്ങനെ കേൾക്കാനാവില്ല. ഒരു കുട്ടി ഓടി വന്ന് ബഹുമാന പുരസ്സരം എന്ന് നിങ്ങൾ നിർണയിച്ചു വെച്ചിരിക്കുന്ന, ഞാൻ നിർണയിച്ചു വെച്ചിരിക്കുന്ന പദാവലികൾക്കപ്പുറത്ത് പ്രിയം വരുന്ന ഒരു പദം ഒരു സ്വാമിയോട് ഉപയോഗിച്ചാൽ നിങ്ങൾക്കോ സ്വാമിക്കോ സഹിക്കാനാവില്ല. അവന്റെ പദത്തിന്റെ ബാഹ്യ ആവരണത്തിലാണ് ഇത്രയും പഠിത്തം കഴിഞ്ഞിട്ടും സ്വാമിയും നിങ്ങളും നിൽക്കുക. ശരിയല്ല? വിഷമം മാത്രമേ തന്നാറുള്ളൂ. അടി കൊടുക്കുവോ? അടി കൊടുക്കുവോ? നിങ്ങൾ അടിച്ചില്ലെങ്കിൽ സ്വാമിയാർ ക്രുദ്ധനായിട്ടൊന്ന് നോക്കിയിട്ട് രണ്ടെണ്ണം കൊടുക്കുക. ഇപ്പോഴിവനെ ഇങ്ങനെ വളർത്തിവിട്ടാൽ എങ്ങനെയായിരിക്കും? ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ലാത്തവൻ കൊടുക്കുവോ? കൊടുക്കും. എന്താ കാരണം? നമ്മുടെ ചിന്ത വികലമായി പോയത്. ശരിയല്ല? അപ്പൊ ചിന്തയിലാണ് കുഴപ്പമിരിക്കുന്നത്. ഇത്രയും പഠിച്ചിട്ട് ഈ ചിന്ത നേരെയാകുന്നില്ലെങ്കിൽ പഠിക്കാത്തവനിൽ ഇതൊന്നും ഇല്ലാതെ നേരെയാകുന്നെങ്കിൽ പഠിപ്പിനെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റിയല്ല. അപ്പൊ പിന്നെ എവിടെയാ കുറ്റം? ഗുണങ്ങളിലാണ്. അപ്പൊ ഗുണങ്ങളെ നേരെയാക്കണം. അപ്പൊ സത്വരജസ്തമോ ഗുണങ്ങളും ഇന്ദ്രിയ വൃത്തികളും ചേർന്നിരിക്കുന്നു. 3-ാം അധ്യായം ഒന്ന് ഓർക്കണേ. ഇതൊക്കെ ഞാൻ എടുത്തു കഴിഞ്ഞതാ, നല്ലപോലെ പഠിപ്പിച്ചതാ. എങ്കിലും നിങ്ങൾ ആ ഓങ്കാരം പഠിക്കുമ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. അതിനുവേണ്ടി മാത്രം ഓങ്കാരത്തിന്റെ ശബ്ദാന്വയത്തിലേക്ക് ഏകീഭവിക്കുമ്പോൾ ഒന്നറിയണം. 3-ാം അധ്യായത്തില് ദ്വിവിധാനിഷ്ഠ പുരാപ്രോക്ത മയാനഘ എന്ന് പറയുന്ന ഭാഗത്ത് ഈ ഗുണങ്ങളാൽ അവശനായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഒരു തലം പറയുന്നുണ്ട്. നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത് കാര്യദേഹി അവശകർമ്മ സർവ പ്രകൃതിജൈർഗുണൈ. പ്രകൃതിജ ഗുണങ്ങൾ അതിനെയാണ് തിരുത്തിയെടുക്കേണ്ടത്. അത് പുറത്ത് തിരുത്താനാവില്ല. ഗുണങ്ങൾ പ്രകൃതിജങ്ങളാണ്. അതിലേതേത് ഗുണങ്ങളിൽ നിൽക്കുന്നുവോ അവിടെ പ്രിയങ്ങളുണ്ടാവും, അനിച്ഛയിലൊഴിച്ച്. എന്റെ ഗുണങ്ങളോട് സമമായതിനെ കണ്ടെത്തുകയാണ് ഞാൻ എല്ലാത്തിലും. പറ്റാതെ വരുമ്പോഴെല്ലാം അസ്വസ്ഥതയുണ്ടാവും. ആ ഗുണത്തിൽ നിൽക്കുമ്പോൾ ഞാനാണ് എന്റെ അധീശൻ, മറ്റൊരു അധീശനില്ല. ഗുണോത്കർഷം ഹേതുവായി വളർന്നാലേ പറ്റൂ. ഇത് ഇന്ദ്രിയം കഴിഞ്ഞ് മനസ്സിലേക്ക് കടക്കാം. ഇപ്പം
അപ്പൊ ഇന്ദ്രിയങ്ങൾ സാധ്യങ്ങളല്ല, സാധനങ്ങളാണ്. ഇന്ദ്രിയത്തിന് ഒരു ധർമ്മമേ ഉള്ളൂ, ഇത് തിരിച്ചറിയിക്കുക. ഇന്ന് പുറത്തേക്കല്ല, പുറത്ത് തിരിച്ചറിയിക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങൾ ആഹരിക്കുന്നതിന് മുമ്പ് പരിശീലിപ്പിക്കുക. വളരെ കാലത്തെ പരിശീലനം ഉണ്ടെങ്കിലേ ഇന്ദ്രിയ മര്യാദ പുലർത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇന്ദ്രിയം വേണ്ടാത്തതൊക്കെ കണ്ടുപിടിക്കും. ചെറിയ ലിംഗങ്ങൾ മതിയാവും. ലിംഗം ഭാഷയിലുള്ളതാണ്, ലിംഗ്വിസ്റ്റിക്സ്. വളരെ ചെറിയ ലിംഗങ്ങൾ മതിയാവും. ഗുണം ഭിന്നിച്ചു നിൽക്കുന്ന തലങ്ങളിൽ കോപതാപാദികളും സ്വാന്തനങ്ങളും ഒക്കെ ഉണ്ടാകാൻ വളരെ ചെറിയ മതിയാവും. വളരെ സന്തുഷ്ടമായ ഒരു അന്തരീക്ഷത്തിൽ അതിനിടയിലെ ഒരു പദം മതി ഭർത്താവിന്റെ കൈ ഭാര്യയുടെ കർണത്ത് വീഴാൻ. അനുഭവങ്ങളൊന്നും വേണ്ട. നല്ല ചായ ഭംഗിയായെടുത്ത് ഉത്കടമായ സ്നേഹത്തോടുകൂടി കൊടുക്കുന്ന സമയത്ത് ഒരു നോട്ടമോ ഒരു വാക്കോ മതി അത് അവളുടെ മുഖത്ത് വീഴാൻ. അതുപോലെ തന്നെ അത് കഴിയുമ്പോൾ ഒരു പ്രകടനമോ ഒരു വാക്കോ മതി അതേ മുഖത്തെ ചായ തുടച്ചു കളഞ്ഞ് പൊള്ളിയോ എന്ന് ചോദിച്ച് ആ മുഖത്ത് ചുംബിച്ച് തലോടാൻ. ഇതിൽ ചായക്കെന്ത് പങ്ക്? ഇവളുടെ വാക്കിനെന്ത് പങ്ക്? ഇവന്റെ ഗുണത്തിനെന്ത് പങ്ക്? ചോദ്യം മനസ്സിലായില്ല. ഇതെല്ലാം എല്ലാവരും അനുഭവിക്കുന്നതാണ്. ഇതിലൊന്നും പുതുമയൊന്നുമില്ല. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങളായതെല്ലാം നിങ്ങൾ തന്നെ ചിലപ്പോൾ ആസൂത്രിതമായി ഇവിടെ എത്തിക്കുന്നുണ്ട്, ചിലപ്പോൾ തമാശയായി എത്തിക്കുന്നു. ചിലപ്പോൾ തമാശയായി എത്തിച്ചിട്ട് ഊരാൻ നിങ്ങൾക്ക് തന്നെ പറ്റാതെ വരുന്നുണ്ട്. ശരിയാണ്, ശരിയാണ്. മക്കളെ, ഭർത്താവിനെ, അച്ഛനെ, അമ്മയെ, ഭാര്യയെ ഒക്കെ ചിലപ്പോ ഒന്ന് ചുമ്മാ ചൊറിഞ്ഞ് മനസ്സിലായില്ല അവിടെ എത്തിച്ചു കഴിഞ്ഞ് നിങ്ങളറിയാതെ നിങ്ങളുടെ ഗുണങ്ങളും അവരുടെ ഗുണങ്ങളും നിങ്ങളെ രണ്ടുപേരെയും അറിയിക്കാതെ വേറൊരു ലോകത്തെത്തി രണ്ടുപേർക്ക് ഊരാൻ മേലാത്ത അവസ്ഥയും ശരിയല്ല, ശരിയല്ല. സംജാതമാക്കാം. ഇതൊക്കെ ലോകത്തിന്റെ പ്രത്യേകതയാണ്. ഇവിടെ എവിടെയാണ് നിങ്ങൾ സാധനയിൽ നിൽക്കുക? അപ്പൊ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇവയുടെ തലമൊക്കെ അപ്പൊ അറിയണം. അതറിയുന്നതിന് ആദ്യം വിഷയങ്ങളിൽ നിന്ന് വിട്ടാൽ തന്നെ, വിഷയങ്ങളിൽ നിന്ന് വിടുക എന്ന് പറയുന്നത് വലിയ ക്ലേശം. ലോകത്തുണ്ടായിരിക്കുന്ന മുഴുവൻ ശാസ്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും മുഴുവൻ പദ്ധതികളും മുഴുവൻ അനുഷ്ഠാനങ്ങളും മുഴുവൻ ഗോഷ്ഠികളും, അങ്ങനെ ഒന്നിച്ച് പറയാമെന്ന് തോന്നുന്നു, എല്ലാം ഈ ഇന്ദ്രിയ ലോകങ്ങളിൽ വരപ്പോലും എത്തിയിട്ടില്ല, വിഷയലോകങ്ങളിലേ ഉള്ളൂ. അത്രയും സ്ഥൂല വിഷയലോകങ്ങളിൽ മാത്രമേ ഇപ്പോൾ പഠിപ്പുകളുള്ളൂ, എല്ലാ ശാസ്ത്രശാഖയിലും. ഇന്ദ്രിയ ലോകങ്ങളിൽ പോലുമില്ല. അല്പമാത്രമായ ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ മാറ്റി നിർത്തിയാൽ, ഭൂത ഭൗതിക വിഷയ പഠനങ്ങളുടെ ലോകങ്ങളിൽ അല്പമാത്രമായ ഗസ്റ്റാൾട്ട് സൈക്കോളജിയെ മാറ്റി നിർത്തിയാൽ മുഴുവൻ പഠനങ്ങളും ഒന്നിച്ച് വിഷയപ്രപഞ്ചത്തിന്റെ മാത്രം കോടരങ്ങളിലാണ്. പുരോഗതി എവിടെയാണ്? വിഷയങ്ങളെക്കാൾ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങളിൽ പഞ്ചവിഷയകമായ പഠനങ്ങളിൽ സാധനയുടെയും സാധ്യത്തിന്റെയും തലങ്ങൾ അറിഞ്ഞ് സാധനയെന്നറിഞ്ഞ് സാധകൻ ഇന്ദ്രിയത്തെയും പൃഥക്കരിച്ച് മനസ്സിലാക്കുമ്പോൾ
ഇന്ദ്രിയത്തിൽ നിന്ന് അവൻ മനസ്സിലേക്ക് വരും. മനസ്സും സാധ്യമല്ല, സാധന മാത്രമാണ്. ബുദ്ധിയും സാധ്യമല്ല, സാധന മാത്രമാണ്. അപ്പൊ ആത്മസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് മനസ്സും ബുദ്ധിയും സാധന എന്നറിയുക. ഇവിടം വരെയാണ് നമ്മൾ എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നു. ശരിയാണ്. ഇത്രയും ഭാഗം പഠിച്ചു. ഇനി മനസ്സും ബുദ്ധിയും സാധനമാണ്. ചിത്തമോ, ചിത്തം കൊണ്ടുള്ള ചിന്തനമാണ്. ചിത്തത്തിന്റെ ധർമ്മം അതാണ്. ചിന്തനകർത്തൃവാണ് ചിത്തം. ചിത്തം കൊണ്ട് മാത്രമേ ഏകാഗ്രത ഉണ്ടാവുള്ളൂ. മനസ്സുകൊണ്ട് ഏകാഗ്രത ഉണ്ടാവില്ല. മനസ്സ് സങ്കല്പ വികല്പങ്ങളോടുകൂടിയതാണ്. അത് സാധകൻ അറിയും. മനസ്സ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അറിയും സങ്കല്പവും വികല്പവും വരുന്നു. ആദ്യം അറിയുക. അപ്പൊ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു പിടുത്തം പിടിക്കും. സങ്കല്പ വികല്പങ്ങളിലേക്ക് എന്നെ ഞാൻ അയച്ചുകൂടാ. ഈ ലോകത്തുള്ള പ്രശ്നങ്ങൾ മുഴുവൻ സങ്കല്പ വികല്പങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ്. ഇത് എണ്ണമറ്റതാണ്. ഒരു കാര്യത്തിനും ഒരു സാധ്യതയല്ല ഉള്ളത്, 1000 സാധ്യതയുള്ളത്. അതെല്ലാം ഒന്നുപോലെ സത്യവുമാണ്. സത്യമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്നുപോലെ അസത്യമാണ്. അതുകൊണ്ട് സാധ്യത പഠനത്തിൽ ഒന്നല്ല 1000 എണ്ണം. അതുകൊണ്ട് ഇത് നന്നായി സാധന ചെയ്ത് അറിഞ്ഞിട്ടുള്ളവൻ ഒരിക്കലും ഒരു സാധ്യത പറയില്ല. അച്ഛനോട് ഇന്ന് കുഞ്ഞ് ചോദിച്ചാൽ അമ്മയും അച്ഛനും കൂടെ വഴക്കുണ്ടാക്കിയിരിക്കുകയാണെങ്കിൽ പോലും പഴയ കാലത്തെ അച്ഛൻ ഒരു കാര്യമായിട്ട് പറയില്ല, നിന്റെ അമ്മ എങ്ങനെയാടാ എന്ന് പറയില്ല. ഇത് നീ എന്തിനാടാ ശ്രദ്ധിക്കുന്നു എന്ന് ചോദിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നീ ഒന്ന് ഇതൊരു തമാശയാണ്, ഇതൊക്കെയാടാ ജീവിതം, ഇതൊരു തമാശയാണ്. സ്വല്പം കഴിയുമ്പോൾ ഒന്ന് എടാ ഇത് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയൊരു പണിയാണ്, അവളൊരു പാവോ, നീ വിചാരിക്കുന്ന പോലും പോലെ നിഗം പണിയടിക്കാനാണ് വന്നിരിക്കുന്നത്. ആ സാധ്യത തെറ്റാണെന്ന് ഇവനെ ബോധ്യപ്പെടുത്തി വിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാണ്. അപ്പൊ അച്ഛൻ്റെ തെറ്റായില്ലേ, ഇത് കേട്ട് ഇവൻ അങ്ങോട്ട് പോകാൻ തുടങ്ങും. ആരില്ലെങ്കിലും തൊട്ടതിനൊക്കെ അവളിങ്ങനെയാണ്. സോ ആകെ ഈ പ്രപഞ്ചം കൺഫ്യൂഷനാണ്. അവിടെ പഠിക്കാതിരിക്കുക. പക്ഷെ കൺഫ്യൂഷൻ ആണെന്ന് അറിഞ്ഞ് അത് തന്നെ പഠിക്കുക, എന്നിട്ട് അതിൽ കൺഫ്യൂഷൻ ഇല്ലാതാക്കുക. അതാണ് നിങ്ങളുടെ പഠിത്തം. ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഈ മറ്റൊരു ഒറ്റ അടിക്കറിഞ്ഞു, ആദ്യത്തെ അടിക്കറിഞ്ഞു, ഇത് കൺഫ്യൂഷനാണ്. സോ വാട്ട്? ഇത് വളരെ എളുപ്പത്തിൽ അറിയാവുന്ന സാധനമാണ്. ഒറ്റ കാര്യത്തിലേ ഇടപെടേണ്ടുള്ളൂ. അതിനറിയാം ഇതിന്റെ കുഴപ്പം മുഴുവൻ. പിന്നെ വീണ്ടും വീണ്ടും ഇതിനിടപെടണം. അതുകൊണ്ട് മനസ്സ് എന്നത് സങ്കല്പ വികല്പാത്മകമാണ്. മനസ്സുകൊണ്ട് പഠനമില്ല. മനസ്സെന്ന ഫാക്കൽറ്റി കടന്നു വന്നാലറിയാം. അതങ്ങനെയാണ്. അതിങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇങ്ങനെ മാത്രമേ ഉള്ളോ? അങ്ങനെ ഉണ്ടാവും. ഓഹോ, അപ്പൊ അങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. വഴക്കായി. കാരണം പ്രപഞ്ച നിയമത്തിന് ഒറ്റയ്ക്കൊരുത്തരം ഇല്ല എന്നുള്ളതാണ് ശാസ്ത്രം. ഉണ്ടെന്ന് വിചാരിച്ചാ നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടെന്ന്. പഠിച്ച് ശാസ്ത്രം തന്നെ എത്തിയിരിക്കുന്നത് മാറ്റമാണ് ശാസ്ത്രം എന്നാണ്. മാറ്റം മാത്രമാണ്. അതുകൊണ്ടാണ് മനസ്സേ ഉള്ളൂ ശാസ്ത്രത്തിന്റെ ലോകത്ത് നിന്ന്. ഭാരതീയന് ശാസ്ത്രത്തിന്റെ ലോകത്ത് മനസ്സില്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാറ്റമല്ല ശാസ്ത്രം. ശാസ്ത്രം ശാസിക്കുന്നവനുമാണ്, മാറാത്തവനുമാണ്.
അതുകൊണ്ട് ഭാരതീയ വൈജ്ഞാനികന്മാർ ശാസ്ത്രമെന്ന് ഉപയോഗിക്കുന്ന ശബ്ദത്തിന്റെ ഇക്വലന്റ് അല്ല സയൻസ്. അത് തന്നെ മനസ്സിലായോന്നറിയില്ല. പണ്ട് ആരൊക്കെയോ ശാസ്ത്രം എന്ന് ഉപയോഗിച്ചു, ഇപ്പൊ കുറെ പേര് സയൻസ് എന്ന് ഉപയോഗിക്കുന്നു. ശാസ്ത്രം സമം സയൻസ് അല്ല. ശാസ്ത്രവും ശാസ്താരവും ശാസ്തിതാവും എല്ലാം ചേർന്നു വരുന്ന പദങ്ങളാണ്. ശാസ്ത്രവും ശാസ്ത്രജ്ഞനും ഒന്നും അതിൽ ചേർന്നു വരുന്ന പദങ്ങളല്ല. ശാസ്ത്രം ശാസ്തിതാവിന്റെ അനുഭൂതിയാണ്. ശാസ്ത്രം ശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലാണ്. ദിസ് മച്ച് ഈസ് ദ ഡിഫറൻസ്. ഇനി ആ ഡിഫറൻസ് സൂക്ഷ്മമായി മനസ്സിലായോ എന്നറിയില്ല. ശാസ്ത്രം ശാസ്തിതാവിന്റെ അനുഭൂതിയാണ് കേവലതയിൽ. ശാസ്ത്രം ശാസ്ത്രജ്ഞന്റെ ഇന്ദ്രിയപരതയിലെ കണ്ടെത്തലാണ്. Are they equivalent? Are they equal? ശബ്ദം കൊണ്ട് തന്നെ ഈക്വൽ അല്ല. അവ ഇക്വിറ്റിയും വരുന്ന അപകടം ഓർക്കണം. ഇതാ മനസ്സ് കുഴപ്പമുണ്ടാക്കുന്നത്. മനസ്സിങ്ങനെയുള്ള ഒരുപാട് ഭാരതീയ ദാർശനികമായ ഒരു അനുഷ്ഠാന തത്വയെ മനസ്സിന്റെ തലങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞവൻ പഠിക്കാനൊരുങ്ങിയാൽ 1000 ഇക്വലൻസ് ആണെന്ന് തെറ്റിദ്ധരിക്കും. അല്ലാതെ ഒറിജിനൽ ധരിക്കില്ല. അതുകൊണ്ട് പഠിക്കാൻ പോകുമ്പോൾ ഒരുപാട് വൈകല്യമുണ്ട് കൈവല്യത്തെക്കാൾ. ഇതിന്റെ പഠനത്തിൽ വിഷയലോകങ്ങളിൽ നിന്ന്, ഇന്ദ്രിയലോകങ്ങളിൽ നിന്ന്, മനോലോകങ്ങളിൽ നിന്ന്, ബുദ്ധിയുടെ ലോകങ്ങളിൽ നിന്ന് ഒക്കെ അപ്പുറമായ ഏകാഗ്രതയുടേതായ ഒരു ചിത്തപ്രസാദന ലോകത്തിലേക്ക് എത്തുമ്പോഴേ ഗുരുശിഷ്യ പാരസ്പര്യം തുടങ്ങുന്നുള്ളൂ. അവിടെ വരെ ലോകം തന്നെ വ്യത്യസ്തമാണ്. അവിടെ യുക്തിയില്ല, അവിടെ അപഗ്രഥനമില്ല, അവിടെ മനസ്സും ബുദ്ധിയും പ്രവർത്തിക്കുന്നില്ല. അവിടെ ജാഗ്രത സ്വപ്നങ്ങളൊക്കെ ഏകീഭവിക്കും. താന്ത്രിക അനുഭൂതിയിൽ താന്ത്രിക ആചാര്യന്മാര് കൂട്ടിക്കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. ഇപ്പൊ അതും ചിത്തത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള വിഷയലോകങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവർ പഠിപ്പിക്കും ഇത് ഓരോന്നും. ഈ വിഷയപ്രപഞ്ചമല്ല, ഇത് ചിത്തമാണ്, ചിത്ത ഏകാഗ്രതയാണ്, ചിത്തവൃത്തി നിരോധമാണ്. വിഷയം ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ചിത്തവൃത്തി നിരോധമാണിത്. ഇതിനെ അവർ സംസരണം ചെയ്യുന്ന സംസാരത്തെ സ്ത്രീയായും പ്രകൃതിയായും സാധകനെ പുരുഷനായും സങ്കൽപ്പിച്ച് ആ പ്രപഞ്ചത്തിന്റെ അനന്ത സാധ്യതകളെ വിഷയങ്ങളിൽ നിന്ന്, ഇന്ദ്രിയങ്ങളിൽ നിന്ന്, മനസ്സിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് വ്യവച്ഛേദിച്ച് ഏകാഗ്രമായ ചിത്തത്തിന്റെ തലത്തിലെത്തിച്ച് കഴിയുമ്പോൾ ഏകമായ പ്രണവം സംജാതമാവുകയും ആ ഉപാസനയിൽ നിന്ന് അറിവ് മുഴുവൻ സംജാതമാവുകയും ആ ഒരു അറിവിലെല്ലാം അറിയും. ഇതതിന്റെ പ്രക്രിയ. ഇത് വളരെ എളുപ്പവുമാണ്. ബാക്കിയൊക്കെ ക്ലിഷ്ടമാണ്. പുറത്തേക്കുള്ള പോക്കൊക്കെ ക്ലിഷ്ടമാണ്. ഇത് വളരെ എളുപ്പമാണ്. ഇതവന്റെ മൂലപ്രകൃതിയിലേക്ക് അവൻ തന്നെ നടന്നെടുക്കുന്നതാണ്. പക്ഷേ എല്ലാ കളികളും വിടാതെ അമ്മയുടെ മടിത്തട്ടിലേക്ക് അവൻ വരില്ല. വട്ട് കളിക്കുമ്പോഴും പന്ത് കളിക്കുമ്പോഴും പന്ത് കളിയും വട്ടുകളിയും മാറ്റി
കുട്ടിയും കോലും കളിക്കുമ്പോഴും കളിയിൽ നിന്ന് കളിയിലേക്ക് മാറുന്ന അവന് ആ വിഷയസുഖങ്ങളിൽ ഓടുമ്പോൾ ഒരു സമയം അവന് വല്ലാത്തൊരു ദാഹമോ വിശപ്പോ വരുമ്പോൾ ഈ കുട്ടിയും കോലും ഈ വട്ടും ഈ പന്തുമെല്ലാം അർത്ഥശൂന്യമാവുകയും അവന്റെ മാതൃഭാവത്തിലേക്ക് അവൻ തിരിച്ചു വരികയും ചെയ്യുമ്പോൾ ആ മടിത്തട്ടിലേക്ക് അവൻ ഓടിയെത്തും. അതുപോലെയാണ് ജീവൻ അവന്റെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും ബുദ്ധിയുടെയും കേളികൾ വലിച്ചെറിയുന്ന ഒരു സുദിനത്തിൽ മാത്രമേ ഏകാഗ്രമായ ചിത്തത്തിന്റെ സംഭ്രമമില്ലാത്ത ഏകാന്ത പ്രകൃതിയിലേക്ക് ഓടിയെത്തുകയുള്ളൂ എന്നാണ് ഉപമകളിലൂടെ ഉൾപ്രേക്ഷകളിലൂടെ ആചാര്യന്മാർ ഈ സന്ദേശം നമുക്ക് തരുന്നത്. അല്ലാതെ ഇത് പഠിച്ചും പഠിപ്പിച്ചുമൊന്നും കിട്ടില്ല. പിന്നെ എന്തിനാ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നവന്റെ സാധന ശരിയാകാൻ. അല്ല, ലോകം പഠിക്കുമെന്ന് വെച്ച് പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങൾ വരുന്നവരുടെ അറ്റൻഡൻസ് എടുക്കണം. മുമ്പുള്ളവരൊക്കെ തന്നെ വരുന്നുണ്ടോയെന്ന് അറിയണം. ഒരു രജിസ്ട്രേഷൻ ഫീസ് നോക്കണം, അത് എണ്ണി വാങ്ങിക്കണം. മനസ്സിലായില്ല? കയറ്റിയിരുത്തണം. നിങ്ങൾക്ക് ഇരുന്ന് ചായയുടെയൊക്കെ വില കണക്കാക്കണം. ഞാൻ പഠിപ്പിക്കുമ്പോൾ എൻ്റെ സമയത്തിന്റെ വിലയൊക്കെ കണക്കാക്കണം. മനസ്സിലായില്ല? ഇത് നിങ്ങൾ പഠിക്കാനാ വന്നിരിക്കുന്നതെങ്കിൽ ഇത് മനനത്തിന് മാത്രമേ പ്രയോജനപ്പെടൂ. നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്ന ഓരോ വിധത്തിലുമായിരിക്കും. അതിന്റെ വഴക്കും കാണും ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട്. ഞാനും ആ ക്ലാസ്സിൽ ഇരുന്ന് കേട്ടത് ഇതിങ്ങനെയാ പറഞ്ഞു. നമുക്ക് രണ്ടുപേർക്കും കൂടെ താമ പിടിക്കും. താമയോടി ഒഴിക്കൊന്നും വേണം. ചോദിച്ചാൽ വേറെ വെറുതെ മാറ്റി വീണ്ടും പറയും. അപ്പൊ നമ്മൾ രണ്ടുപേരുടെ ചെന്ന് ചോദിച്ചാൽ അന്ന് പറഞ്ഞൊന്നുമല്ല അങ്ങേര് പറയും. അങ്ങേരിപ്പം വേറൊരെണ്ണം പറയും. അങ്ങേരെ നിനക്ക് അറിയാൻ മേല. ശരിയാണ്, ശരിയാണ്. അതുകൊണ്ട് എവിടെ പോയി പഠിക്കാനാ? എന്ത് പഠിക്കാനാ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് വിഷയലോകങ്ങൾ, ഇന്ദ്രിയ ലോകങ്ങൾ, മനോലോകങ്ങൾ, ബൗദ്ധിക ലോകങ്ങൾ, ഇതൊക്കെ അതിക്രമിച്ചു നിൽക്കുന്നതാണ് ചിത്തപ്രസാദനത്തിന്റെ ലോകം. അവിടെയെല്ലാം ക്രീഡാവ്യാപാരങ്ങളിൽപ്പെടുന്ന മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും അഹങ്കാരവുമെല്ലാം അതിന്റെ തലങ്ങളിൽ മടുത്ത് ഇതെനിക്ക് പഠിക്കണം, ഇതങ്ങ് ഉൾക്കൊള്ളണം, ഇതെനിക്ക് അനുഭവമാക്കണം, ഇതെനിക്ക് അനുഭൂതിയിൽ എത്തിക്കണം, ഇത് എന്റെ ജീവിത സർവസ്വമായിത്തീരണം എന്നതിനേക്കാൾ ഇതിലൊരു അല്പം ഉണ്ടെങ്കിൽ അതെടുത്ത് 4 പേർക്ക് പഠിക്കാവുന്ന ഭാഗത്തിനൊരു പേപ്പറിൽ അടിച്ച് കൊടുക്കണം, നോട്ടീസെങ്കിലുമായിട്ട്. ഞാൻ പഠിക്കുന്നതൊക്കെ പോട്ടെ, എന്റെ ജന്മമൊക്കെ പോയി, ഇനിയിപ്പോൾ പഠിക്കാനൊന്നും പറ്റില്ല. നാട്ടുകാരൊക്കെ പഠിക്കണം. നാട്ടുകാരിത് പഠിച്ചാൽ മാത്രം പോരാ, ഇത് പഠിപ്പിച്ചവനെ അറിയണം. അതുകൊണ്ട് അവന്റെ ഫോട്ടോ തന്നെ വേണം. തീർന്നില്ലേ പണി? തീർന്നില്ലേ? അതിൽ അയാളുടെ പുരികത്തിന്റെ ഒരു ഭാഗത്തൊരു വെട്ടുകൊണ്ട പാടുണ്ട്. അത് ഇതേലുണ്ടാവരുത്. ഉണ്ടായാൽ പഠിക്കുന്നവൻ അത് കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് അത് പെയിന്റ് ചെയ്ത് നേരെയാണ്. വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അങ്ങയുടെ 2 പല്ലിന് അകലമുണ്ട്. ആ അകലം ഫോട്ടോയിൽ വരരുത്. ഒടുവിൽ ഈ ഫോട്ടോയും അങ്ങേരുടെ അല്ലാതാവും. മനസ്സിലായി? ഇത് അങ്ങേരുടെയാണെന്ന് ഓർത്ത് ജനം പഠിക്കുകയും ചെയ്യും. ഏത് ഫോട്ടോ? മറ്റതല്ല. ഇതൊക്കെ ആകെ ലോകത്ത് നടക്കുന്ന വിദ്യ. ഇതൊക്കെ നടക്കൂ. ഇതല്ലാത്തത് നടക്കണമെങ്കിൽ വിഷയങ്ങൾ ക്രമം മനസ്സിലാകണം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഓർമ്മയിൽ നിൽക്കുന്നില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഞാൻ എടുക്കേണ്ടി വന്നത്. ഓർമ്മയിൽ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ ഭാവം വന്നേനെ, എനിക്ക് അടുത്ത് എടുക്കാൻ എളുപ്പമായേനെ. വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇത്രയും ക്രീഡാവ്യാപാരങ്ങളിൽപ്പെടുന്ന അനന്തവും പഞ്ചവും സങ്കല്പ വികല്പാത്മകവും നിശ്ചയാത്മികയുമായ ഈ തലങ്ങളെ വിട്ട് ഏകാഗ്രമായ തലങ്ങളിൽ ചിത്തത്തിൽ,
അതാണ് ചിത്തം ചിന്തനകർത്തൃവാണ്. ചിന്തനം കൊണ്ട് ഏകാഗ്രതയുണ്ടാവും. ഏകാഗ്രതയുടെ അന്തിമ പരിണാമമാണ് സമാധി. അവിടെ ഈ അനുഭൂതി കയറി വരുന്നത്. അത് ഓരോന്നിലും ഓരോ വിഷയം മനോമുകുരത്തിൽ സംജാതമാകുമ്പോഴും വിഷയം എന്നെ ബന്ധിക്കുന്നു. ശിഞ്ഞിബന്ധനെ അതിന്മേൽ എന്റെ ഇന്ദ്രിയങ്ങൾ മൂടുപടങ്ങളിടുന്നു. ഇന്ദ്രിയങ്ങൾ അതിൽ മനസ്സ് സങ്കല്പ വികല്പങ്ങളെ ഉണ്ടാക്കുന്നു. അവയിലേക്ക് എനിക്ക് ഇറങ്ങിപ്പോകാനാവില്ല. ഞാൻ എൻ്റെ ചിത്തത്തിൽ സ്മരണ വിടാതെ നിലനിൽക്കണം. വിട്ടില്ലെങ്കിൽ ആ വിഷയവുമായുള്ള എൻ്റെ ബന്ധം ധ്യാനാത്മകമാകുമ്പോൾ വിഷയാൻ ധ്യായത ചിത്തം വിഷയേഷു വിസജ്ജതേ. ചിത്തം അവിടെ നിന്ന് മാമനുസ്മരതയായാൽ മയ്യേവ പ്രവിലീയതേ. ഇതതിന്റെ പ്രക്രിയ. വളരെ സിമ്പിളാണ്. ഇതൊരു വിഷയം എടുത്തിട്ട് വ്യക്തി അവൻ തന്നെ നോക്കിയാൽ മതി. എപ്പോഴാണോ ആ വിഷയത്തിലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങോട്ട് പോയി 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 അവനല്ലാതായി തീർന്ന് ഭ്രാന്തമായി നീങ്ങുന്നതാണ്. അവൻ ആ വിഷയത്തെ അങ്ങ് വിട്ട് അവനായി നിലകൊള്ളുന്നു എങ്കിൽ ഇതൊന്നും സംജാതമാകുന്നില്ല. ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷൂപജായതേ സംഘാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി. സ്മൃതിവിഭ്രമം ഇതിവിടെ ചേർത്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഇത് വളരെ വളരെ രസകരമായൊരു സാധനയുടെ ലോകമാണ്. അതീവ രസകരമായ. വേറെ ഒരു ഉപകരണവും വേണ്ട. ഒട്ടേറെ ഉപകരണങ്ങളും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ ലോകം നശിപ്പിക്കാനും നന്നാക്കാനും. ആ ഉപകരണങ്ങളാണ് എൻ്റെ അന്ധക്കരണവും ഇന്ദ്രിയങ്ങളുമെല്ലാം. ഇനി ബാക്കി പ്രപഞ്ച സൃഷ്ടിയായ വിഷയങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെന്താ വേണ്ടേ? എനിക്ക് എന്നെ തന്നെ എൻ്റെ ആത്മലോകങ്ങളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടത്ര സാമഗ്രികൾ എന്നോടൊപ്പം ഉണ്ട്. വേറെ ആരോടും കടം വാങ്ങിക്കണ്ട. 5 പൈസ കടം വാങ്ങണ്ട. ഒക്കെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. കാരണം എൻ്റെ മനസ്സും ബുദ്ധിയും ഒക്കെ മതി, ധാരാളം മതി എന്നെ ഒരുമാതിരി കുത്തുവാള എടുപ്പിക്കാൻ. നന്നാക്കണമെങ്കിൽ വളരെ അകത്തേക്ക് പോകണം. ചിത്തം, ചിന്തനകർത്തൃവായ ചിത്തം. ഏകാഗ്രതയുടെ അന്തിമ പരിണാമം സമാധി. സമാധിതമായ അദ്വൈതഭാവം എന്നുവരെ ചിത്തവൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ അപ്പോൾ വരെ ദ്വൈതഭാവമുണ്ട്. അപ്പൊ ചിന്തനകർത്തൃവായ ചിത്തത്തെ സമാഹിതമായൊരു ചിന്തനത്തിൽ നിർത്തിയാൽ പ്രകൃതിയെ വീണ്ടും വീണ്ടും പരീക്ഷിക്കും. അച്ഛനിലൂടെ, അമ്മയിലൂടെ, സഹോദരങ്ങളിലൂടെ, മക്കളിലൂടെ, ഭാര്യയിലൂടെ, ഭാര്യാബന്ധുക്കളിലൂടെ, പരിചയക്കാരിലൂടെ, താൻ പഠിപ്പിച്ചു വല്ല വിദ്യയും വിട്ടിട്ടുണ്ടെങ്കിൽ ആ പഠിച്ചവരിലൂടെ എല്ലാം നിങ്ങളുടെ ചിന്തനകർത്തൃവായ ചിത്തത്തെ സമഗ്രമാക്കി ആ ചിന്തനത്തെ ഏകാഗ്രമാക്കി നിർത്തുന്നു എന്നറിയുമ്പോൾ ഈ പ്രപഞ്ചമാകെ അതിനെ പരീക്ഷിക്കാനെത്തും. ബുദ്ധന്റെയും ശങ്കരന്റെയും ക്രിസ്തുവിന്റെയും ഒക്കെ ചരിത്രം ഇത് പറയുന്നുണ്ട്. ബുദ്ധനെ മാരൻ പരീക്ഷിക്കാനെത്തുന്നത് കേട്ടിട്ടുണ്ടാവും. ക്രിസ്തുവിനെ പരീക്ഷിക്കാനെത്തുന്നത് തന്റെ സാധനാകാലങ്ങളിൽ ഈ പരീക്ഷണം കഠോരമാവും.
തന്നോട് കഠോരമായ മനസ്സുള്ളവന് മാത്രമേ, ലോകത്തോട് സൗമ്യമായ മനസ്സുള്ളവന് മാത്രമേ ഈ പരീക്ഷണത്തെ വിജയിക്കാൻ പറ്റൂ. അതാണ് സാധനാക്രമത്തിൽ കൂർമ്മ ഉദാഹരണം തരുന്നതെന്ന് നേരത്തെ പഠിച്ചതാണ്, മറന്നുപോയി. കൂർമ്മ ഉദാഹരണം എടുത്തപ്പം വളരെ വിശദമായി പറഞ്ഞു. പുറം കഠോരം, ഉള്ള അതിമൃദുലം. സാധന ചെയ്യുന്ന ഉത്തമന്മാരുടെ മനസ്സ് അവന്റെ പുറത്തുള്ള ലോകത്തേക്ക് അവൻ അതീവ മൃദുലമാണ്. എന്ത് വൈകല്യങ്ങളും അവൻ സാന്ത്വനിപ്പിച്ച് കാണും. തന്നോട് ഇടപെടുമ്പോൾ എപ്പോഴും അയാൾ കഠോരനായി, ഒരു നീതിയും പുലർത്തില്ല. അതാണ് സാധനയുടെ അടിസ്ഥാന തന്തു എന്നാണ് പറയുന്നത്. സാധനാകാലത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ മാത്രമേ സാധനയിൽ മുന്നേറാവൂ. വിഷയികൾ തന്റെ കാര്യത്തിൽ നിഷ്ഠയും നിർബന്ധവുമുള്ളവരാണ്, ലോകകാര്യത്തിൽ അശ്രദ്ധരുമാണ്. അതുകൊണ്ടാണ് ലോകം ചലിക്കുന്നത്. മറ്റവരുടെ അടുക്കെ ചലിക്കാൻ പറ്റില്ല. അവർക്ക് കാഠിന്യമുള്ളത് അത്രയും അവരോട് ബന്ധപ്പെടുന്ന നിയമങ്ങൾക്ക് മാത്രമാണ്. അതിന് വെളിയിൽ ഒരു കാഠിന്യമില്ല. കുസുമ സദൃശമാണ് പുറത്തേക്ക് അവരുടെ ഇടപാട്. വജ്രാണി, വജ്രം പോലെ കഠോരമാണ് അകത്തേക്ക് അവരുടെ ഇടപാട്. ഇത് നേരെ തിരിഞ്ഞാൽ വിഷയമായി. ഇതാ രണ്ട് തമ്മിലുള്ള അന്തരം. ഇന്നത്തെ വിദ്യാഭ്യാസ ലോകത്ത് കണ്ടെത്തുക പ്രയാസമാണ്. പൗരാണികരെ നോക്കിയാൽ ഇങ്ങനെയാണ്. പണ്ടത്തെ ആളുകൾ അവരുടെ കാര്യത്തിൽ ആ കഠോര നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യം വളരെ കൂടുതലാണ്. പലപ്പോഴും ഒരു പട്ടിണി പോലും ആവും, ശരിയാണ്. പക്ഷെ അതൊന്നും അവരുടെ ആരോഗ്യത്തെയോ ഒന്നും ബാധിക്കില്ല. അൾസർ ഉണ്ടാക്കില്ല, ഒന്നും ഉണ്ടാക്കില്ല. ആഹാരം കഴിക്കാതിരുന്നിട്ട് കൂടി പണ്ടുള്ളവന് കേട്ടിട്ടില്ലാത്ത അൾസറും ഗ്യാസും ഒക്കെയാണ് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നവന് പോലും ഒന്നും ഉണ്ടാകുക. ശരിയാണ്, ശരിയാണ്. ഇന്ന് ഭാര്യ കഴിച്ചിട്ട് അല്ലെങ്കിൽ കഴിക്കാനുള്ളത് ഒളിച്ചു വെച്ചിട്ട് മാത്രമാണ് ഭർത്താവിന് കൊടുക്കുക. അത് എനിക്കുണ്ടോ എന്ന് നോക്കിയിട്ടാണ് കൊടുക്കുക. പണ്ട് അവർക്ക് കൊടുത്ത് തൃപ്തിപ്പെടുത്തി വിടുക, പലപ്പോഴും ഉണ്ടാവില്ല. പക്ഷെ ആ ഭാര്യയ്ക്കുള്ള ആരോഗ്യം ഇന്നത്തെ ഭാര്യയ്ക്ക് ഇല്ല. റൈറ്റ്, ശരിയല്ല? ശരിയല്ല, ശരിയാണ്. മക്കൾക്കും ഭർത്താവിനും അതിഥികൾക്കും കൊടുത്തു കഴിഞ്ഞ് പലപ്പോഴും കാണുകയല്ലൊന്നും. വേലയ്ക്ക് പോകുന്ന വീട്ടിൽ നിന്ന് വല്ലതും കൊടുത്താൽ അത് കുഞ്ഞിട്ട് മക്കൾക്ക് കൊണ്ടു കൊടുക്കും. അവർ പണിയെടുക്കുന്നിടത്തോളം കൊച്ചമ്മയ്ക്ക് പണിയെടുക്കാനും പറ്റിയല്ല, അല്ലേ? 1 കിലോമീറ്ററൊക്കെ വെള്ളം ചുവന്ന് വേണം കൊണ്ടുവരാൻ. എളിലൊരു കുടം ഉണ്ടാവും, തലയിലൊരു കുടം ഉണ്ടാവും. കണ്ടിട്ടില്ല? അത്യാവശ്യം വേണേൽ ഒരു ചെറിയ കുടം എടുത്ത് അതിൻ്റെ പൊക്കത്തിലൂടെ വെച്ചോളാൻ പറയും. ശരിയല്ല? ഒരു കൊച്ചിനെയും എടുത്തിട്ടുണ്ടാവും. എന്നിട്ടാണ് കൊണ്ടുവരിക. കഴിക്കുന്നതോ കാര്യമായിട്ടൊന്നുമില്ല. WHO നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൻ്റെയൊക്കെ ആരോഗ്യ നിയമം തകർന്നു പോകുന്നത് എവിടെയാണ്? എന്തുകൊണ്ടാണ് പറ്റുന്നത്? അവർ ചിത്തത്തിലാണ് പ്രവർത്തിക്കുന്നത്. ചിന്തനകർത്തൃവായ ചിത്തത്തിൽ. ഒരുവന്റെ ലോകം എവിടെ നിലകൊള്ളുന്നുവെന്ന് അവന്റെ പ്രവർത്തന മണ്ഡലങ്ങളെ നോക്കിയാലും മനസ്സിലാവും. അപ്പൊ ചിത്തത്തിൽ നിലകൊള്ളുക, ചിന്തനകർത്തൃവായ. ആ ചിത്തത്തിൽ നിലകൊള്ളുമ്പോൾ
അദ്വൈതം ഭാവനാപരമായി വരും. ആ ചിത്തത്തിൽ വൃത്തികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദ്വൈതമുണ്ടാവും. ചിത്തവൃത്തി ഇല്ലെങ്കിൽ അദ്വൈതം. അപ്പൊ ചിത്തവൃത്തി ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, ഭാവത്തിൽ വ്യത്യാസമില്ല. അദ്വൈതാവസ്ഥ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പ്രകാശമുണ്ടല്ലോ എന്ന ധാരണയിലെത്തും. അപ്പൊ ദ്വൈതപ്രകാശം ഉണ്ടാവില്ല, അതാണ് അവിടെ കിട്ടുന്നത്. അത് തന്നെ അദ്വൈതാവസ്ഥ. അതുകൊണ്ട് ദശശ്ലോകിയിൽ ആചാര്യൻ പറയും, നചൈകം തദന്യദ്വിതീയം കുതസ്യാത് നചാ കേവലത്വം നവാ കേവലത്വം. ഒന്നില്ലെങ്കിൽ രണ്ടും നാലും എല്ലാം എവിടെ നിന്ന്? ഒന്നിൽ നിന്ന് മാത്രമേ എല്ലാം ഉണ്ടാവൂ. അതൊക്കെ പഠിച്ചാലും ഒന്ന് പഠനീയമാവില്ല. ഒന്ന് പഠിച്ചാൽ എല്ലാം പഠിക്കാം. ഇതൊരു സംസ്കൃതിയാണ്. ഇതിനെയാണ് നമ്മൾ ഭാരതീയ സംസ്കൃതി എന്ന് പറയുന്നത്. ഒന്നിൽ നിന്ന് എല്ലാം അറിയുന്ന പ്രജ്ഞ. അപ്പോൾ എപ്പോ വേണമെങ്കിലും ഈ ഒന്നിലേക്ക് തിരിച്ചു വരാം. എല്ലാത്തിൽ നിന്നും ഒന്നിലേക്ക് ഒരിക്കലും വരാനാവില്ല. അപ്പൊ അദ്വൈത വാസന ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമേ ലഭിക്കൂ. 100 കോടി ജന്മം കിട്ടിയാലും അതൊരു വാസനയാണ്. ആ ഏകീഭാവത്തിൽ മനസ്സ് സദാ സർവദാ നിൽക്കാൻ കഴിയുക, അത് അത്യപൂർവമാണ്. ഏത് സാധനം അവരുടെ കയ്യിൽ കൊണ്ടിരുന്നാലും ഈ ഒന്നിൽ കൊണ്ട് അവർ അവസാനിപ്പിക്കും. മറ്റതിൽ കൊണ്ടുവന്നാൽ ഏതും വ്യവച്ഛേദിച്ച് പലതിൽ കൊണ്ടുപോയി എത്തിക്കും. പലത് ദുഃഖമാണ്, ഏകമാത്മബോധമാണ്. അതുകൊണ്ട് ഏകീഭാവത്തിൽ എത്തിക്കുന്നത് ചിത്തമാണ്, ചിത്തത്തിന്റെ ലോകമാണ്. അതാണ് വളരെ ഭംഗിയായ ആചാര്യൻ പറഞ്ഞത്. ഏകത്വ സംഖ്യ എടുത്ത് പറയുന്നു, ഇവിടെ നിറഞ്ഞിരിക്കുന്നവൻ ആര്? അതിനെ ചിത്തത്തിന്റെ പരമാർത്ഥ സാധനം, പ്രണവ സാധനം, ചിത്തസാധനം. അവിടം വരെ പറഞ്ഞു എന്ന് എനിക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. പറഞ്ഞാണ് അവിടം വരെ പറഞ്ഞ അവിടം വരെ. ആ പ്രണവം 2 വിധം. അത് പറഞ്ഞില്ല, പറഞ്ഞ 2 വിധം. ഒന്ന് നാദരൂപം, നിഷ്കളം. 2 അക്ഷരരൂപം, സകളം. നാദം സൂക്ഷ്മവും രൂപം സ്ഥൂലവുമാണ്. നാദം ആകാശഗതവും രൂപം അഗ്നിഗതവുമാണ്. ആകാശാത് വായു, വായോരഗ്നി. അഗ്നിരൂപത്തിലേക്ക് എത്തുമ്പോൾ അത് സ്ഥൂലമായി, അക്ഷരമായി. അതുകൊണ്ടാണ് ഭാരതം അക്ഷരത്തെ അഗ്നി എന്ന് വിളിക്കുന്നത്. അത് രൂപമുള്ളതാണ്. രൂപം അഗ്നിയുടെ ഗുണമാണ്. അക്ഷരം അഗ്നിയാണ് എന്ന് കേട്ടിട്ടുണ്ടാവും? ഇല്ല. വാക്കും അഗ്നിയാണ്. വാക്കിന് അതിസൂക്ഷ്മമായ തലങ്ങളിൽ അസ്ഥിസംഭൃതമായ അഗ്നിയുടെ പരിപ്രേക്ഷ്യമുണ്ടെന്ന് പറയും. അത് വേറൊരു വഴിയിലേക്ക് പോകും, വേണ്ട. നമ്മൾ വീണ്ടും ശാഖാചംക്രമണത്തിലേക്ക് പോകും. വളരെ വിപുലമായ വിഷയമാണ്. അതുകൊണ്ട് വാക്ക് ഏറ്റവും നല്ല ആഹാരമാണ്. ഏറ്റവും നല്ല ആഹാരം.
ഏറ്റവും ശുദ്ധമായ ആഹാരം, ഏറ്റവും സൂക്ഷ്മമായ ആഹാരം വാക്കാണ്. വാക്ക് നന്നായിരിക്കുന്നവരിൽ നിന്ന് മാത്രമേ സ്ഥൂലമായ എന്തും ആഹരിക്കാവൂ. കഴിക്കുന്ന സ്ഥൂല വസ്തുക്കളെക്കാൾ പ്രാധാന്യം വാക്കാണ്. വാക്ക് ആദ്യം കടന്നു ചെന്ന് കോശാന്തരങ്ങളിൽ രൂപപ്പെടുന്നതിനോടൊപ്പമേ കഴിക്കുന്ന ആഹാരം ചെല്ലുള്ളൂ. വാക്ക് മുൻപേ ഗമിക്കുന്നവനാണ്. അതിൻ്റെ പിൻപേ ഗമിക്കുന്ന ആഹാരം വാക്കിനാൽ തന്നെ വിഷകലയിലേക്കും അമൃതകലയിലേക്കും രൂപാന്തരപ്പെടുന്നതാണ്. അതിസൂക്ഷ്മമായ വാക്കാണ് അത്യപൂർവമായ ഔഷധം. ഭേഷജ തലങ്ങളിൽ ആദ്യത്തെ സാധന വാക്സാധനയാണ്. ഇതൊന്നും കേട്ടിട്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല, ഇതൊന്നും കേട്ടിട്ടില്ല. ആ പഴയ വയസ്സായ അമ്മമാര് വീട്ടിലുണ്ടെ പോയി ചോദിക്കും. ഒരു വീട്ടിൽ ഗർഭിണി ഉണ്ടെങ്കിൽ, കുട്ടികളുണ്ടെങ്കിലൊക്കെ അവരുടെ വാക്സാധന എങ്ങനെയാണെന്ന് ചോദിക്കും. അവരുടെ വാക്കാണ് ഏറ്റവും വലിയ ഔഷധം. ആ സാധന പോയവരായി ചുമന്നുകൊണ്ട് കിടക്കുന്ന മുഴുവൻ. ചുമന്നിട്ടോട്ട് കാര്യമില്ല, ചുമന്നുകൊണ്ട് കിടന്നിട്ട് ഒരു കാര്യമില്ല, ഒരു മാറ്റവും വരികയില്ല. അനുഭവം ശരിയാണോ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ആദ്യം മനസ്സിലായോ? മനസ്സിലായില്ല? മനസ്സിലായി? ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലായില്ല? പഴയ വല്യമ്മ കുഞ്ഞിനൊരു രോഗം വന്നാൽ ആദ്യം അവളുടെ വാക്കാകുന്നൊരു ഔഷധം അത് കൽപ്പിക്കും. സാരമില്ല, പെട്ടെന്ന് മാറും മോനെ, ശാന്തമായൊന്ന് കിടക്കും മോനെ, വളരെ എളുപ്പമാണ് മോനെ, ഇതൊന്നും വലിയ കാര്യമല്ല മോനെ. ആ വാക്ക് നെടുന്തൂണായി കിടക്കയാണ് കൊടുക്കുന്ന ഔഷധമോ ആഹാരമോ ചെല്ലുന്നത്. അത് ആ വാക്കിലേക്ക് അനുഭവിക്കുന്നത്. ഇന്ന് ആ അമ്മയും അച്ഛനും തന്നെ വെപ്രാളം പൂണ്ട്, ഇതൊന്നും ശരിയാവും തോന്നില്ല. ശരിയല്ല. ആദ്യം, പിന്നെ ബന്ധുക്കൾ, പിന്നെ നാട്ടുകാർ, മനസ്സിലായില്ല? പിന്നെ വരികയും പോവുകയും ചെയ്യുന്നവരല്ല. ഈ വാക്കിനകത്തേക്കാ പിന്നെ നിങ്ങളുടെ ആഹാരവും ഔഷധവും എല്ലാം. ബേസ്ലെസ്, മീനിങ്ലെസ്. ശരിയല്ല? അതാ പണ്ടും ഇന്നും തമ്മിലുള്ള അന്തരം. വിദ്യ സ്ഥൂലവും വിദ്യ സൂക്ഷ്മവുമാകുന്ന അന്തരം അതാണ്. വിദ്യയുടെ സൂക്ഷ്മ സ്ഥൗല്യ തലങ്ങളിൽ മനസ്സിന്റെ അഗാധതയിൽ നിന്ന് പരാനിർദിഷ്ടമായ പ്രണവത്തെ അനുഭൂതമാക്കിക്കൊണ്ട് ആന്തരികമായ ഉറപ്പോടുകൂടി വരുന്ന ശബ്ദത്തെ ആഹരിച്ചിട്ടേതൊരുവൻ ഈ പ്രപഞ്ചത്തെ ആഹരിക്കുന്നുവോ അവൻ അപൂർവമായ അനുഭൂതികളിലേക്ക് എത്തിച്ചേരുന്നു. അവന്റെ വാക്കുകളിലും അവന്റെ ചലനങ്ങളിലും വരെ അതിന്റെ ലിംഗങ്ങളുണ്ടാവും. ആ ഭാഷയിലാണ് ഈ പ്രപഞ്ചം ആരോഗ്യമുള്ളതായിത്തീരുന്നത്.
അതിൽ അഹന്തയുടെയോ ഘൃണയുടെയോ ആന്തോളനങ്ങൾ ഉണ്ടാവുകയില്ല. മനസ്സിലായി? ഇതാ പഠിച്ചെടുക്കേണ്ടത്. ഇതിനാ ചിത്തസാധന. മറ്റേ ഓരോ സാധനയും കടന്ന് ചിത്തസാധനയിലെത്തിയാൽ ഇതൊക്കെ ഉൾപ്പെടുന്ന യാനിശ സർവഭൂതാനാം എന്ന് അർജുനനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അർജുനനെ പഠിപ്പിച്ചതല്ല, അർജുനനെയും ഇതര പാണ്ഡവന്മാരെയും കൗരവന്മാരെയും ഭീഷ്മരെയും വരാനിരിക്കുന്ന തലമുറയെയും തന്റെ അന്തസത്ത എന്താണെന്ന് ബോധ്യമാകുമോ എന്നറിഞ്ഞല്ലാത്തതുകൊണ്ട് തന്നെ ബോധ്യപ്പെടുത്തുന്ന, തനിക്ക് യുദ്ധക്കളമില്ലെന്നും യുദ്ധമില്ലെന്നും തന്റെ അന്തരംഗം ആത്മസാധനയുടെ രംഗമാണെന്നും ആ കാലിക്കണ്ണൻ തന്നോട് തന്നെ പറഞ്ഞതായിരുന്നു. അല്ലാതെ അർജുനന് ഉപദേശിച്ചതല്ല, എനിക്ക് നിങ്ങൾക്ക് ഉപദേശിച്ചതുമല്ല. ഇവിടെ ശ്രോതാവും വക്താവും കൃഷ്ണനായി മാറുന്നു. അത്യപൂർവമായ ഈ ചിത്തസാധനയിലാണ് ഗീതയുടെ മർമ്മവും ഇരിക്കുന്നത്. മനസ്സിലായില്ല? ഭഗവത്ഗീത അതിന്റെ മർമ്മത്തിൽ കൃഷ്ണൻ കൃഷ്ണനോടും സഞ്ജയൻ സഞ്ജയനോടും വ്യാസൻ വ്യാസനോടും പറഞ്ഞത് മാത്രമാണ്. അതാണ് അതിന്റെ പരമ്പരാർജിതമായ അറിവ്. അതിന്റെ പരമ്പര ഏതാണ്? ആ പരമ്പരയിലേ അത് നിലനിൽക്കുന്നുള്ളൂ. വേറൊരു പരമ്പര ഇതിനില്ല. അതറിയാൻ പറ്റുന്നൊരു നിമിഷം കൂടെ ഈ ശ്ലോകത്തിലുണ്ടതുകൊണ്ട് സാധനാക്രമത്തിൽ ഓരോന്നിലും കൂടെ കടന്ന് സൂക്ഷ്മമായ ചിത്തത്തിലെത്തി നാദരൂപവും അക്ഷരരൂപവുമായ നാദമാക്ഷരമായി പരിണമിക്കുന്നു. നാദം സൂക്ഷ്മം, അക്ഷരം സ്ഥൂലം. നിഷ്കള ബ്രഹ്മത്തിന്റെ വിശകലനം ലോക സൃഷ്ടിയാദിദ്വാര ജീവേശ്വര ജഗദ്ഭേദങ്ങളിൽ പടർന്ന് പിടിച്ചു കയറിപ്പോവുക. അത് അതിന്റെ നിഷ്കളരൂപം. നിഷ്കളരൂപം ജീവ ഈശ്വര ജഗദ്ഭേദങ്ങളിൽ ആദ്യം ശബ്ദം, അതിൽ നിന്ന് ഓംകാരം, പ്രണവനിർദ്ദിഷ്ടമായ ആ നിഷ്കളമായ ഓംകാരം, അത് അകാര ഉകാരം അകാരങ്ങൾ ഇങ്ങനെ പടർന്നു പിടിച്ച് ജീവനും ജഗത്തും ഈശ്വരനുമായി കയറിപ്പോവും. അത് മാണ്ഡൂക്യത്തിൽ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. മാണ്ഡൂക്യം ഒന്നെടുത്തതാണ്, കൊണ്ട് പഠിച്ചിട്ടുള്ളതാണ്. നമുക്കതിലേക്ക് പോകണ്ട. നമുക്കിവിടെ പ്രയോജനപ്പെടുന്നതിൽ പരബ്രഹ്മത്തിൽ ആരോപിക്കപ്പെട്ട മൂലപ്രകൃതി അവ്യക്തം ഗുണഭേദമനുസരിച്ച് ഈശ്വര ജഗദ്രൂപമായ പ്രപഞ്ചത്തിന് കാരണമായതുപോലെ പരപ്രണവത്തിൽ ആരോപിക്കപ്പെട്ട അവരപ്രണവം വർണ്ണാക്ഷര സംഖ്യകൾക്ക് എന്നല്ല വേദവേദാംഗങ്ങൾക്കും സകല വിദ്യകൾക്കും ആദികാരണമായി ആചാര്യൻ എണ്ണുന്നു. എല്ലാത്തിൻ്റെയും ആദി കാരണം ഈ പ്രണവമാണ്. അതിൽ നിന്നാണ് വേദങ്ങൾ ഉണ്ടാവുന്നത്, അതിൽ നിന്നാണ് അക്ഷരങ്ങൾ ഉണ്ടാകുന്നത്. ആ നാദോപാസനയിൽ നിന്നാണ് സംഗീതശാസ്ത്രം ഉണ്ടാകുന്നത്. സംഗീതത്തിന്റെ ആദിമ ഗ്രന്ഥങ്ങൾ എടുത്ത് പഠിക്കുമെങ്കിൽ സംഗീതശാസ്ത്രാധീനാവുക.
അതിൽ നിന്നാണ് ജ്യോതിഷവും വ്യാകരണവും തർക്കവും ഉണ്ടാകുന്നത്. ഏകമായ പ്രണവം അത് നൃത്തവും സംഗീതവുമായി മാറുന്നു. നടരാജനിലൂടെ നൃത്താവസാനി നടരാജരാജ നനാദടക്കം നവപഞ്ചവാരം ഉദ്വർത്തു കാമ സനകാദി സിദ്ധാൻ ഏതത് വിമർശേ ശിവസൂത്രജാലം എന്ന് കേട്ടിട്ടുണ്ടാവും. പാണിനി വ്യാകരണം അവിടുന്നാണ് തുടങ്ങുന്നത്. പാണിനിയും കാത്യായനും ഒന്നിച്ചു പഠിച്ചതാ. കാത്യായനന്റെ ഒപ്പമെത്താൻ ഒരിക്കലും പറ്റുന്നില്ല. പാണിനി തപസ്സിനായിപ്പോയി. കാരണം വിദ്യ വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല. വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു വിദ്യയും അനുഭവപ്രധാനമല്ല. വിദ്യയുടെ ഇരിപ്പിടം തപസ്സാണ്. പാണിനി തപസ്സിനായിപ്പോയി. അവിടെ നിന്നാണ് ആ ഈ ഉ ണ് ഋൽ ഋ ക തുടങ്ങിയ 14 മാഹേശ്വര സൂത്രങ്ങൾ ഉണ്ടാകുന്നത്. അതിനെ അവലംബിച്ചാണ് ഭാഷയും വ്യാകരണവും ഒക്കെ രൂപപ്പെടുന്നത്. ഇത് കേട്ടിട്ടുണ്ടാവും? ഇല്ല ഇല്ല ഇല്ല. സംസ്കൃത ഭാഷയുടെ വ്യാകരണവും അതിൻ്റെ സൈദ്ധാന്തികതയും ഒക്കെ വ്യാകരണ നിബദ്ധമായി രൂപപ്പെടുത്തുന്നത് പാണിനിയിലാണെന്നെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇല്ല, പാണിനി സൂത്രങ്ങൾ അതിവിടുന്നാണ് തുടങ്ങുന്നത്. മുമ്പുള്ള ആചാര്യന്മാരെല്ലാം അവിടുന്നാണ് തുടങ്ങിയിരിക്കുന്നത്. അതിനു മുമ്പും ആചാര്യന്മാരുണ്ട്. അതുകൊണ്ടാണല്ലോ പൂർവത്ര അസിദ്ധമൊക്കെ വരുന്നത്. അവരൊക്കെ തുടങ്ങിയതും അവിടെയാണ്. അതില്ലാതെ ശാസ്ത്രം ഉണ്ടാവില്ല. അവിടുന്ന് അതുപോലെ തന്നെ ആ പ്രണവത്തിൽ നിന്നാണ് സംഗീതശാസ്ത്രം ഉണ്ടാകുന്നത്. അതിൻ്റെ രാഗങ്ങളും താളങ്ങളും എല്ലാം അതിൽ നിന്ന് തന്നെയാണ് സംഖ്യകളും സംഖ്യാശാസ്ത്രവും ഉണ്ടാകുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ മറ്റതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സംഗീതമൊക്കെ. ഇതിനെല്ലാം ആധാരമായ ഗണിതസൂത്രങ്ങളും ഇവിടുന്നാണ് ഉണ്ടാകുന്നത്. ഓംകാരം, അകാരം, ഉകാരം, മകാരം, ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ, സത്വം രജസ് തമസ് എന്ന് 3. അപ്പോ 1 3. 3ൽ നിന്നൊന്ന് ന്യൂനമായാൽ 2, 3നോടൊന്ന് അധികമായാൽ 4. അപ്പോ 1 2 3 4. വീണ്ടും ആ ത്രിഗുണങ്ങളുടെ ന്യൂനാധിക സമതപ്രകാരം വന്ന 3. അങ്ങനെ 3 9. ന്യൂനാധിക സമതപ്രകാരം 9. ഈ പദങ്ങളൊക്കെ മനസ്സിലാവുമോ? ഇല്ല ഇല്ല. സത്വഗുണം എടുത്താൽ പൂർണ്ണ സത്വഗുണം 1, രജസ് ചേർന്ന് നിൽക്കുന്ന കൂടിയ സത്വമുള്ള ഭാഗം 1, സത്വത്തിൽ രജസ്, തമസ് ചേർന്ന് നിൽക്കുന്ന സത്വം 1, സത്വത്തിൽ തമസ്. അപ്പൊ സത്വഗുണം തന്നെ അതിൻ്റെ ന്യൂനാധിക സമതകളിൽ 3. മനസ്സിലായി? രജസ് എടുത്താൽ രജസ് തനിച്ചൊന്ന്, രജസിൽ സത്വം ചേരുമ്പോഴൊന്ന്, രജസിൽ തമസ് ചേരുമ്പോഴൊന്ന്, വീണ്ടും 3. മനസ്സിലായി? തമസ് എടുത്താൽ തമസ് തനിച്ചൊന്ന്, തമസിൽ സത്വം ചേരുമ്പോഴൊന്ന്, തമസിൽ രജസ് ചേരുമ്പോഴൊന്ന്, 3. അങ്ങനെ മൊത്തം 9. മനസ്സിലായി? ആ 9ൽ നിന്ന് ഇല്ല, 3 9. ഓരോന്നും 3 വീതം എഴുതിക്കൂ.
സത്വത്തിൽ സത്വം, തമസ്. അപ്പൊ 3 വീണ്ടും രജസ്, രജസിൽ സത്വം, രജസിൽ തമസ്. റൈറ്റ്? 9. 9ൽ നിന്ന് നേരത്തെ നാം കണ്ട 1, 2, 3, 4 കുറച്ചാൽ 8, 7, 6, 5. മനസ്സിലായില്ല? അപ്പോൾ ഏകമായ ഓങ്കാരം, അതിൽ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9 മൂലപ്രകൃതി അല്ലെങ്കിൽ അവ്യക്തം, അത് 0. അത് പൂജ്യപദം ഹിരണ്യഗർഭന്റെ. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9 എന്ന് 10 അക്കങ്ങൾ. അവ ജീവനെ വ്യവച്ഛേദിക്കുമ്പോൾ, അവ ഇന്ദ്രിയങ്ങളെ വ്യവച്ഛേദിക്കുമ്പോൾ, അവ വിഷയങ്ങളെ വിവച്ഛേദിക്കുമ്പോൾ അതിനനുഗുണമായ പ്രാപഞ്ചിക സൃഷ്ടിക്ക് പറ്റുമാറ് 1, 3 എന്ന 3 സംഖ്യകൾ സംജാതമാവുകയും അതിൻ്റെ കൃതിയെ അവലംബിച്ച് വർഗത്തെ അല്ലെങ്കിൽ കൃതിയെ അവലംബിച്ച് ഗുണവികൃതി ചേർന്ന് 3ന്റെ വർഗം 3നും 9നും, അതുകൊണ്ട് ഭാരതീയ ചിന്തയിൽ പ്രാധാന്യം കൂടും. 1 സർവപ്രധാനം, 0 അതീവ പ്രധാനം, അതുകൊണ്ടത് 0, പൂജിക്കപ്പെടുന്നത്. എല്ലാം ഉളവാകുന്നത് മൂലപ്രകൃതിയിൽ നിന്ന് അഥവാ ഹിരണ്യഗർഭനിൽ നിന്ന്, അതുകൊണ്ടത് 0, പൂജിക്കപ്പെടേണ്ട പദം. ഒന്നുമില്ല എന്ന് തോന്നുകയും എല്ലാത്തിൻ്റെയും സാധ്യത ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്ന ആ ഹിരണ്യഗർഭ പദത്തിന്റെ പാരസ്പര്യം പുലർത്തുന്ന വ്യഷ്ടി സങ്കല്പമാണ് പ്രാജ്ഞൻ. അല്ല, തൈജസൻ, സോറി, തൈജസൻ. അത് എപ്പോഴാണോ പ്രാജ്ഞനിൽ അഥവാ ഈശ്വരനിൽ എത്തിച്ചേരുന്നത്, സർവാതിരിക്തമായ സത്യത്തെ അവൻ കാണുന്നു. ഇങ്ങനെയാണ് അതിന്റെ സാധനാക്രമം. അത് വെച്ച് പഠിക്കുമ്പോൾ ഈ സംഖ്യകളെല്ലാം 1 മുതൽ 4 വരെയുള്ള സംഖ്യകളും 5, 6, 7, 8, 9 എന്ന അക്കങ്ങളും പ്രത്യക്ഷപ്പെടും. സകലത്തിന്റെയും മൂലബീജമായ അവ്യക്തത്തിലുള്ള ഹിരണ്യഗർഭ സങ്കേതം മഹാകാശമാണ്. അതിന് സമാനമായി 0 എത്തും. അതുകൊണ്ട് 0 സർവശ്രേഷ്ഠം. ശൂന്യത്തിന് അതുകൊണ്ട് ചുന്നമെന്നും സുന്നമെന്നും ശൂന്യമെന്നും ഒക്കെ പദം. പഴയ ആളുകൾ സുന്നം എന്ന് പറയും, കേട്ടിട്ടുണ്ടാവില്ല. പഴയ മലയാളം അറിയുമില്ല. ഒരു 50-60 വയസ്സുള്ളവരൊക്കെ ഇല്ലേ നിങ്ങളല്ലേ? ഇല്ല. ആ, തോറ്റു സുന്നം പാടി, അത് കേട്ടിട്ടുണ്ട് അല്ലേ? ഇത് സുന്നം, അത് പഴയ പദമാണ്. ആ സുന്നം ഭാഷയിലെ ആദിമകാലത്ത് ഉപയോഗിച്ചിട്ടുള്ള പദമാണ്. അപ്പൊ ആ സുന്നമെന്നും പറയും. അപ്പൊ 1 എന്ന അക്കം 1ന്റെ സ്ഥാനത്തും 0 എന്നത് 2ാമത്തെ സ്ഥാനത്തും വന്നാൽ പത്തൊന്നൊരക്കം കിട്ടും. ഇങ്ങനെ പരാർത്ഥം വരെ
സംഖ്യകളുടെ ഉപയോഗക്രമമാണ് പ്രപഞ്ചത്തിൽ സ്ഥൂല ജഗത്തിൽ ഉണ്ടായിരുന്നത്. അതിനും അപ്പുറം അവർ ഉപയോഗിക്കേണ്ടി വന്നപ്പോഴൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പരാർത്ഥം വരെ അതിൻ്റെ ഗണിതയുക്തികളെല്ലാം ഈ സംഖ്യാശാസ്ത്രത്തിൽ അധിഷ്ഠിതമാണ്. അത് അത്രയും സങ്കല്പങ്ങളിലാണ് അവർ കൂട്ടുകയും ഗുണിക്കുകയും കുറയ്ക്കുകയും ചെയ്തെടുത്തതെന്ന് കൂടി അറിയുമ്പോൾ മനസ്സിലായില്ല. ഇപ്പൊ ഒരാൾ ചോദിക്കുക എന്തിനാ ഒന്നുണ്ടായേ, അതിനൊന്നും ഉത്തരം നമുക്ക് പറയാൻ പറ്റില്ല. നിനക്ക് കുറെ കഴിയുമ്പോൾ കണക്ക് ചെയ്യണം, അതിനിപ്പോൾ പഠിച്ചോന്നാ പറയുന്നത്. അതിനിപ്പോൾ ചെയ്യണ്ടല്ലോ എന്നാ അവൻ പറയുന്നത്. ഇപ്പൊ ചെയ്യേണ്ടാത്തത് എന്തിനാ പഠിക്കുന്നത്, അതുകൊണ്ട് അവൻ പഠിക്കുകയില്ല. പിന്നെ ചെയ്യേണ്ടി വരുമ്പോൾ ആദ്യം വീണ്ടും പഠിക്കേണ്ടി വരും. മനസ്സിലായില്ല. അതാ വിദ്യാഭ്യാസത്തിന്റെ വൈകല്യം. ഇന്ന് നിങ്ങൾ വിദ്യ അഭ്യസിപ്പിക്കാൻ പോകുമ്പോൾ അധ്യാപകന് വലിയ തലവേദനയാണ്. കാരണം ഇവൻ ആവശ്യമില്ലാത്ത സാധനമാണ് ഇവൻ പഠിക്കുന്നത്. കാരണം ഈ പ്രായത്തിൽ ഇവൻ ആവശ്യമുള്ളതൊന്നുമല്ല, ഇവൻ ആവശ്യമില്ലാത്തതെല്ലാം പഠിക്കണം. അതൊന്നും അവന്റെ മൂലപ്രകൃതിയോട് ബന്ധമുള്ളതുമല്ല. ശരിയല്ല. അവനുമായി ബന്ധപ്പെടുത്തി ഒരു ഗണിതശാസ്ത്രം പഠിക്കാനില്ല. അതുകൊണ്ട് അവന്റെ ഏറ്റവും വലിയ ശത്രു ഗണിതമാണ്. അതില്ലാതെ വേറെ ഒരു ശാസ്ത്രവുമില്ല. അതുകൊണ്ട് അവൻ പഠിച്ചതൊക്കെ വൃഥാവിലുമാണ്. ഗണിതശാസ്ത്രത്തിന്റെ സമ്മേളനമില്ലാതെ ഈ പ്രപഞ്ചത്തിലെ ദൃശ്യപ്രപഞ്ചത്തിലെ ഒന്നും അനുമിക്കാനോ ആസ്വദിക്കാനോ അനുഭൂതമാക്കാനോ സാധ്യമല്ല. ശരിയല്ല. 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 ഞാൻ പറഞ്ഞത് ശരിയല്ല. തെറ്റാണ്. നിങ്ങൾ ഏത് ശാസ്ത്രം പഠിച്ചോ, വൈദ്യശാസ്ത്രം പഠിച്ചോ, ഊർജാന്തരം പഠിച്ചോ, രസതന്ത്രം പഠിച്ചോ, അവിടെയെല്ലാം ഈ സുന്നവും കൂട്ടരും വേണം. അടുക്കള ഭരിച്ചോ, അവിടെയും വേണം. ഇവനില്ലെങ്കിൽ പോക്കാണ്. അത് ഏറ്റവും സുതാര്യമായ അംശത്തിൽ അവന്റെ ജീവിതമാകെ വ്യാപിച്ചിരിക്കുമ്പോഴും അതിന്റെ പഠനവേളയിൽ അതിന് ജീവിതത്തോടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഇത് മനസ്സിലായില്ല. എന്താണ് ഇത് ജീവിതവുമായുള്ള ബന്ധം? നിനക്ക് ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ ഉണ്ടെന്നും നിന്നിൽ ഗുണോത്കർഷമുണ്ടെന്നും നീ ആദിമമായൊരു ഹിരണ്യഗർഭ സങ്കേതമായിരുന്നു എന്നും അതാണ് നിന്നിൽ സ്വാപ്നികനായി നിറഞ്ഞു നിൽക്കുന്നതെന്നും നീ സ്വപ്നം കാണുന്നില്ലേ കുഞ്ഞേ എന്നും നിന്റെ സ്വപ്നത്തിൽ അധിഷ്ഠിതമാണ് നീ കാണുന്ന ജഗത്തെന്നും അതുകൊണ്ട് നീ കാണുന്ന ജഗത്തിനേക്കാൾ പ്രധാനമായത് സ്വപ്നമാണെന്നും അവിടെ ശൂന്യത്തോടടുത്ത് നീ നിൽക്കുന്നു എന്നും മനസ്സിലായില്ല. ആ ഹിരണ്യഗർഭ സങ്കേതത്തിൽ നീ ശൂന്യത്തോടടുത്തു നിൽക്കുന്നുവെന്നും ആ അവബോധം നിന്റെ ഗുണത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏകമായ മൂലപ്രകൃതി ആദ്യം തുടിക്കുന്നു എന്നും അത് പലതായി പിരിഞ്ഞ് സാത്വികം രാജസം താമസമെന്ന അഹങ്കാരങ്ങളുണ്ടാകുന്നു എന്നും അവ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ദൈവതങ്ങളുമായി പിരിയുന്നു എന്നും അവയുടെ ക്രമം ഹിരണ്യഗർഭ സങ്കേതവും ഏകമായ ആത്മബോധവും സത്വ രജതമസ്സുകളാകുന്ന മൂന്ന് ഗുണങ്ങളും അവയുടെ മൂന്ന് കൃതികളും സത്വത്തിൽ സത്വം, സത്വത്തിൽ രജസ്, സത്വത്തിൽ തമസ്, രജസിൽ സത്വം, രജസിൽ തമസ്, രജസിൽ രജസ്, തമസിൽ സത്വം, തമസിൽ രജസ്, തമസിൽ തമസ് എന്ന് മൂന്നാണെന്നും അവ 9 പിരിയുന്നു എന്നും 1, 3, 9 ന്യൂനാധിക ക്രമേണ 1, 2, 3, 4, 5, 6, 7, 8, 9 എന്നാണെന്നും അവയിൽ 0 വരുന്നു എന്നും 0-ഉം ഈ 9-ഉം ചേർന്നു വരുന്ന ലോകങ്ങളിൽ നിന്ന് പരാർത്ഥം വരെ സംഖ്യകൾ ഉണ്ടാകുന്നുവെന്നും
അത് അത്രയും നിന്റെ മൂലപ്രകൃതിയാണെന്നും ആദ്യം പഠിക്കുക. 10⁻18 18 ഒന്നും 18 മനസ്സിലായില്ല. ഒന്നിട്ടിട്ടൊരു 18 വരെ അതിന്റെ നിത്യപ്രയോഗമുള്ള ലോകങ്ങളാണ് നിന്റെ ലോകം. അത്രയും സംഖ്യകൾ നിനക്ക് നിത്യേന എന്നോണം പ്രയോഗിക്കേണ്ടി വരും. അപൂർവമായി അതിനപ്പുറത്തും, അതേപോലെ അതിന്റെ താഴോട്ടും. നീ എത്രത്തോളം ഭൂർലോകത്ത് നിൽക്കുന്നുവോ അതിൽ നിന്ന് ഭൂവർലോകങ്ങളിലേക്കും സ്വർലോകങ്ങളിലേക്കും ആ സപ്തലോകങ്ങൾ മുകളിലേക്കും സപ്തലോകങ്ങൾ താഴേക്കും പോകുമ്പോൾ നിന്റെ ഗണിതയുക്തികൾ അത്രയും സപ്തലോകങ്ങളിൽ സൂക്ഷ്മവും സ്ഥൂലവും കാരണവുമായി വ്യവച്ഛേദിച്ച് നിലകൊള്ളുന്നു. ഇതിനെല്ലാം ന്യൂനാധിക ക്രമേണ ന്യൂനലോകങ്ങളും അതിലോകങ്ങളും ഉണ്ടാകുന്നു. നീ ന്യൂനലോകങ്ങളിലൂടെ പോകുമ്പോൾ അവ നിനക്ക് ദൃഷ്ടമാകുന്ന ലോകങ്ങളല്ല. ₹50 കടം വാങ്ങി വരവ് വെച്ചു. ₹60 കയ്യിലുണ്ട്, വരവ് വെച്ചു. ₹110 കണക്കിൽ വന്നു. ₹600 പണിയെടുത്താൽ മനസ്സിലായില്ല. നിന്റെ അനുഭവത്തിന്റെ ലോകത്തിൽ കടം നീ വരവ് വെച്ചിട്ടുണ്ട്, വരവ് നീ വരവ് വെച്ചിട്ടുണ്ട്. ആകെ ₹110 ഉള്ളൂ. ₹600 പണി നടന്നു. ₹490 നിന്റെ അക്കൗണ്ടിൽ നെഗറ്റീവാണ്. റൈറ്റ്? കമ്പ്യൂട്ടറിലാണ് അടിക്കുന്നതെങ്കിൽ -490 എന്ന് വരും, അടിച്ചു വരും. ശരിയല്ല? അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യാൻ നേരത്തെ നെഗറ്റീവ് സമ്മതിക്കുകയില്ല. കാരണം നെഗറ്റീവ് അക്കൗണ്ട് ഇല്ല അനുഭവത്തിൽ. ആ വഴിയിലുള്ളവരുണ്ടാവുമായിരിക്കും. ശരിയാണ്. കണക്ക് കൊടുക്കാൻ നേരത്ത് സമ്മതിക്കൂല. അപ്പോ അനുഭവത്തിന്റെ ലോകങ്ങളില്ലാത്തൊരു താഴ്ന്ന ലോകമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിത്യജീവിതത്തോട് ചേർക്കുന്നത്? എങ്ങനെയാണ് നിത്യജീവിതത്തിൽ പഠിപ്പിക്കുന്നത്? എന്താണ് ഇതിന്റെ നിത്യജീവിതത്തിലെ പ്രയോഗ സാധ്യത? ഈ സംശയമൊന്നും ഭാരതീയനില്ല. അല്ലാത്ത എല്ലാ തീയനും ഉണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന്റെ ജീവിതക്രമങ്ങളെയും അതിന്റെ വികാസ പരിണാമങ്ങളെയും അത് ഉത്ഭൂതമാകുന്ന തലങ്ങളെയും. എവിടുന്നായി ഗണിതയുക്തികളൊക്കെ വരുന്നത്? അപ്പോ ഇങ്ങനെ പരാർത്ഥം വരെ സ്ഥാനം ഉള്ള യഥേഷ്ട സംഖ്യകളെ സൃഷ്ടിക്കുകയും വ്യവഹരിക്കുകയും ചെയ്യുന്നതിനുള്ള യുക്തിരഹസ്യം പ്രണവത്തിൽ അന്തർലീനമാണ്. അപ്പൊ ചിത്തസാധനയിൽ ഗണിതയുക്തിയിലൂടെ നിങ്ങൾക്ക് പോകാം. അത് കാണിച്ചു തരാനാ ഇത് പറഞ്ഞ്. വളരെ എളുപ്പത്തിൽ അല്പം ഗണിതയുക്തി അറിയുന്നവരാണെങ്കിൽ, ഗണിതശാസ്ത്രം ഇഷ്ടമാണെങ്കിൽ ഇതിനൊരുപാട് വലിപ്പമുണ്ട്. ഗണിതശാസ്ത്രം രൂപപ്പെടുന്നതന്നെ ഇങ്ങനെയാണ്. അപ്പോ പ്രണവത്തിൽ അന്തർലീനമായ 3, 9, 9ന്റെ പാർശ്വവർത്തിയായ 8, 10 ഇവയെ വെച്ചാ പിന്നെ അവര് കളിക്കുന്നത്. മനസ്സിലായില്ല? പിന്നത്തെ അവരുടെ കളി മുഴുവൻ 3, 9, 9ന്റെ പാർശ്വവർത്തികളായ 8ഉം 10ഉം ഇത്രേ വേണ്ടു അവർക്ക് കളിക്കാൻ. അതിലെ കളി എറിയുന്നവൻ ഒരുപാട് കളിക്കും. അവനതിൽ ആരോഗ്യമിട്ട് കളിക്കും, അവനതിൽ വാസ്തുശില്പങ്ങളിട്ട് കളിക്കും, അവനതിൽ വാസ്തുവിദ്യയിട്ട് കളിക്കും, അവനതിൽ ക്ഷേത്രഗണിതത്തിന്റെ അനന്ത സാധ്യതകളിട്ട് കളിക്കും.
അതവനൊട്ട് പറഞ്ഞു തരികയില്ല. കളി ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് പഠിച്ചിട്ട് വരും, പഠിക്കാൻ പോകുന്നവൻ മിടുക്കനാണെങ്കിൽ. മറ്റോ നൂറ്റാണ്ടുകളോളം ഇരുന്ന് പഠിക്കും വിഷയങ്ങൾ, ഒന്നും തലയിൽ കയറുകയില്ല. ഭാരതീയ വിദ്യ പഠിക്കാൻ ഒരുപാട് നേരമൊന്നും വേണ്ട, നിങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടായാൽ മതി. ചിത്ത ഏകാഗ്രം കിട്ടിയിട്ടുള്ളവനാണെങ്കിൽ പോയി ഒറ്റ നോട്ടം നോക്കിയിട്ട് പോന്നാൽ മതി. പഠിക്കാനുള്ള പണി ഇതാണ്. ഈ കാണുന്ന വാസ്തുവിദ്യകളുടെ ലോകങ്ങൾ മുഴുവൻ അച്ഛനവന്റെ മകനെ മാത്രമേ പഠിപ്പിക്കുകയുള്ളൂ. നല്ല ഏകാഗ്രതയുള്ള മകനുണ്ടെങ്കിൽ അവൻ സൂത്രഗ്രാഹി എന്ന് പറയും, സൂത്രം ഗ്രഹിക്കുന്നവൻ. അവനാ കൂടെ കൈക്കാരനായിട്ട് കൂടുക. മകൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവന്റെ ഭാര്യ പ്രസവിച്ചത് എന്ന അർത്ഥത്തിലല്ല, യഥാർത്ഥ ശിഷ്യൻ. കാരണം സൂത്രം ഗ്രഹിക്കാനാകാത്തവൻ ഇവനെയും കൂടെ തകരാറിലാക്കും, അവന്റെ ഏകാഗ്രത കളയും. കാരണം വിഷയബുദ്ധിയുടെ യുക്തികളിൽ കിടന്നവൻ കടന്നു. അവന് മനസ്സിലാവില്ലെന്ന് മാത്രമല്ല, ഇവൻ പറയുന്നതെല്ലാം തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യും. ആ പാപമാവും ഉണ്ടാവുക. ലോകത്തിനത് പ്രയോജനപ്രദമല്ല. സൂത്രഗ്രാഹി സൂത്രം മാത്രം ഗ്രഹിക്കുന്നവനായിരിക്കണം. സൂത്രഗ്രാഹി എന്നുള്ള പദം കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല. തക്ഷകൻ, യജമാനൻ, സൂത്രഗ്രാഹി, ഈ പാദങ്ങളൊന്നും കേട്ടിട്ടില്ല. ശില്പശാസ്ത്രത്തിൽ 4 പാദങ്ങളുണ്ട്, അറിയില്ല. നിങ്ങളുടെ വീട് പണിയാൻ നേരത്ത് അതിനുണ്ട് 4 പാദങ്ങൾ. പ്രണവത്തിന് 4 പാദങ്ങളുണ്ടെന്ന് പറയുന്നത് പോലെ ഭാരതീയ വിദ്യയ്ക്ക് എല്ലാം 4 പാദങ്ങളുണ്ട്. ചതുഷ്പാദതന്ത്രം, പ്രണവത്തിന്റെ ചതുഷ്പാദതന്ത്രം പോലെ ആയുർവേദത്തിന് 4 പാദങ്ങളുണ്ട്. ഭിഷഗ്വരൻ, പരിചാരകൻ, ഔഷധം, രോഗി. 4 പാദങ്ങളാണ്. ശില്പശാസ്ത്രത്തിന് 4 പാദങ്ങളുണ്ട്. കേട്ടിട്ടില്ല? ഞാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ? ഇല്ല, എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരറ്റം മറക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. പറയാമെന്നേ പറഞ്ഞു, പറയാമെന്നാ പറഞ്ഞു. അതിനുണ്ട് 4 പാദങ്ങളുണ്ട്. ചതുഷ്പാദതന്ത്രമില്ലാതെ, ജാഗ്രത് സ്വപ്ന സുഷുപ്തികളില്ലാതെ ഭാരതീയ വിദ്യ ഒന്നും നിലനിൽക്കുന്നില്ല. ചതുഷ്പാദതന്ത്രത്തെ ഉൾക്കൊണ്ടവനെല്ലാം ഉൾക്കൊള്ളുന്നു. പാദചതുഷ്ടയം എന്നും പറയും. ആ പാദചതുഷ്ടയത്തില് ഓരോ തലങ്ങളും അനുഭവവേദ്യമായി വേണം ആദ്യ തലത്തിലെത്താൻ, ഇല്ലെങ്കിൽ എത്തുകയില്ല. അതിനാദ്യം ഇത് മുറിക്കാനും തുളകുത്താനും ഒക്കെ ഇട്ട് കൊടുക്കും. കുറെ കാലം കുത്തി 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 അവന്റെ ചിത്തം ഏകാഗ്രമാവും. അതാണ് പഴയ തച്ചനും ഇപ്പോഴത്തെ എഞ്ചിനീയറും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളുടെ സിവിൽ എഞ്ചിനീയേഴ്സും പഴയ തച്ചന്മാരുമായിട്ടുള്ള വ്യത്യാസം, അവർ വന്ന് സ്ഥാനം കണ്ടു, കുറ്റിയടിച്ചു, ഇതൊക്കെ ചെയ്യുന്നതിനിടെ അപ്പുറത്ത് പണി നടക്കുന്നുണ്ടാവും. പഴയ ആളുകളെ പറഞ്ഞു, ഇപ്പോഴത്തതല്ല. ഇപ്പൊ ഇതിൻ്റെ ഒരു വാസന അവരിലേക്കും കുറെ കയറി കൂടിയിട്ടുണ്ട്. നിങ്ങളിൽ പ്രായമായവർക്ക് ഓർമ്മയുണ്ടെങ്കിൽ പ്രധാന ആശാരി, മൂത്താശാരി എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും. അയാൾ പണിക്കിടയിലാണ് ബാക്കിയെല്ലാം നോക്കുന്നത്. എല്ലാ പണിക്കാരെയും നോക്കുന്നതും ഉടമയുമായി സംസാരിക്കുന്നതും പ്ലാന് തയ്യാറാക്കുന്നതുമൊക്കെ വേറെ വർക്കാണ്. അതയാളുടെ ഉപാസനയുടെ ഭാഗമാണ്, അതിന് ശമ്പളമില്ല. അതിന് ദക്ഷിണയേ ഉള്ളൂ. കാരണം അത് അയാളുടെ വിദ്യയല്ല. അയാൾ ആ പരമ്പരാധിപനാകുമ്പോൾ വന്നു ചേരുന്ന ഒരു അനുഭവമാണ്. അതിൻ്റെ സന്തോഷമാണ് അയാളുടെ അനുഭവം. അത് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അയാളിലൂടെ ദൈവീയമായ ഒന്നാ ലഭിക്കുന്നത്. അത് ശമ്പളത്തിനല്ല, അനുഗ്രഹത്തിനാണ്. അതിന് നിങ്ങൾ കൊടുക്കുന്ന അത്രയും ദക്ഷിണയാണ്. ബ്രാഹ്മണനായാലും ജാതിയിൽ ഉയർന്ന സവർണരാരായിരുന്നാലും തച്ചനെ കൊണ്ട് പണിയിപ്പിച്ചു കഴിഞ്ഞ്
തച്ചൻ താക്കോല് കൈമാറുമ്പോൾ കയ്യിൽ ദക്ഷിണ കൊടുത്ത് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. യു കാൻ ഫോളോ. മനസ്സിലായില്ല? അവിടെ ജാതി നീചത്വമൊന്നുമില്ല. അവനെ വളരെ ഉയരങ്ങളിൽ വിശ്വകർമാവിന്റെ പ്രതിരൂപമായി കണ്ടാ നമസ്കരിക്കുന്നു. വിശ്വകർമാവല്ല, മയനാണ് ശില്പശാസ്ത്രം രൂപപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ കലഹം നിശ്ചയമാണ്. മയന്റെ ഗണിതത്തിൽ ഈ 3, 9, 10 ഒന്നുമില്ല. മയനിർമ്മിതങ്ങളായ കൊട്ടാരങ്ങളിൽ ഉദ്ഘാടനം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ അവതാരമായ കൃഷ്ണൻ തന്നെ ചെയ്താലും അതുണ്ടാക്കിക്കൊടുത്തവർക്ക് അതിനകത്തിരിക്കാനോ അതിനകത്ത് വരുന്നവർക്ക് തുടരാനോ അവർക്ക് സുഖമായി അവിടെ ജീവിക്കാനോ പറ്റാതെ പരമ്പര അത്രയും തമ്മിലടിച്ച് ചത്തുപോവുകയുള്ളൂ എന്ന് മഹാഭാരതം. ഈ ദിശയിൽ മഹാഭാരതം പഠിച്ചിട്ടില്ല. ഇത് മനസ്സിലാക്കിയിട്ടില്ല. കാണ്ഡവദാഹ സമയത്ത് മയനെന്നൊരസുരാശാരിയെ കൃഷ്ണൻ രക്ഷിച്ചതിന്റെ പേരിലുള്ള സന്തോഷം പാണ്ഡവന്മാർക്ക് തീർത്തുകൊടുത്തത് സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിന്റെ സൃഷ്ടിയിൽ നിന്ന് പാണ്ഡവ കൗരവ മനസ്സുകളിൽ രൂപാന്തരപ്പെട്ട ഒരഹന്തയുടെ വൈതാളിക ഘട്ടമാണ് പാണ്ഡവ കൗരവന്മാരെ ഒന്നടങ്കം ഉച്ചാടനം ചെയ്തുകൊണ്ട് ഒരു മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ദിശയിലൊരു വ്യാഖ്യാനം വേറെ ഉണ്ട്. കേട്ടിട്ടേ ഇല്ല. വളരെ സിമ്പിളാണ്. കാരണം സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരമാണ്. അതുകൊണ്ട് ജീവിതത്തെ വളരെ സൂക്ഷിക്കണം. ഗണിതയുക്തികളിൽ ജീവിതവും ഗണിതവും തമ്മിൽ എത്ര ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പഴയ ആശാരി എത്തിക്കഴിഞ്ഞാൽ അവൻ കൂടെയുള്ളവർക്ക് തുളകുത്താനും കഴുക്കോല് ചെത്താനും വെട്ടാനും പണിയാനും ഒക്കെ ഇട്ടുകൊടുത്തിട്ട് അയാൾ നേരെ അങ്ങ് പോയി കഴിഞ്ഞ് അയാൾ എത്തിക്കഴിഞ്ഞാൽ അവർ 4 കഴുക്കോല് ശരിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇയാൾ 6 കഴുക്കോല് ശരിയാക്കും. അവരെടുത്തിടത്തോളം സമയം എടുക്കുകയില്ല. അതയാളുടെ പണിയും മറ്റതയാളുടെ ഉപാസനയാണ്. കണ്ടിട്ടില്ല? കാരണം അയാൾ ആ ഉളി തൊടുമ്പോൾ തന്നെ കൃത്യമാണ്. മറ്റവര് ഒരറ്റം കെട്ടിയത് കുറേശ്ശെ കൊണ്ടുവന്ന് അതിൽ മൂപ്പനുസരിച്ച് അളവ് കൂടുമെന്ന് മാത്രം. അതിൽ ആദ്യം പണിയുന്നവനോട് പറയും അരികൊന്നും നീ ശരിപ്പെടുത്തണ്ട. കാരണം വളയടിക്കുമ്പോൾ വള ചെത്തി വിടേണ്ടി വരരുത്. അത് വൈകല്യമാണ്. ഇപ്പം അടിച്ചാൽ വള കയറുകയല്ല. പല തൊള്ളയെല്ലാം ഒരുപോലെ ഇരിക്കുകയില്ല. അതാ ഞാൻ ഈ നാട്ടിൽ പണിയല്ല എന്ന് പറയും. ഒരു തെറിയും കൂടെ പറഞ്ഞു വെച്ചു. നാടിൻ്റെ കുറ്റം കൊണ്ട് പറ്റുന്നതാണ്. കണക്ക് തെറ്റും. ഇതിന് കാരണം മുറിക്കാൻ വരയ്ക്കുമ്പോൾ അന്ന് സ്പെഷ്യലായി ഉളി തേക്കും. വീതുളി കണ്ടിട്ടില്ല? ആ വീതുളി എത്ര തേക്കുന്നുവോ അതാണ് രേഖയായി പരിണമിക്കുന്നത്. അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിളാണ്. മനസ്സിലായില്ല? ആ ഒരു വരയുടെ തടിപ്പ് മാറിയാൽ കഴുക്കോലിന്റെ എല്ലാ ദ്വാരങ്ങളും ലൈനിലാവില്ല. പെൻസില് നല്ലപോലെ കൂർത്തില്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുന്നത് വരയല്ലാതാവും. അതൊരു സെന്റിമീറ്ററിന്റെ പല അംശങ്ങളിലെ മാറ്റം ഉൾക്കൊള്ളും. അത് സ്ഥൂലമായ ത്രിമാന രൂപത്തിലേക്ക് വരുമ്പോൾ ഗണിതമാകെ തെറ്റും. നിങ്ങളുടെ കൂടെ കാണുമല്ലോ എഞ്ചിനീയേഴ്സും തച്ചന്മാരും ഒക്കെ കാണും. കാണാതിരിക്കുകയല്ല, മിണ്ടാതിരിക്കുകയായിരിക്കും. സ്വാമി എത്രത്തോളം പറയുമെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ചു. അല്ലേ? അത്ര സൂക്ഷ്മതയുള്ള ഒരു ഉപാസനയിലൂടെയാണ് ചിത്തത്തെ കൊണ്ടുപോകുന്നത്. അപ്പൊ ചിത്തം അതിന്റെ ഗണിതയുക്തികളിൽ സർവശ്രേഷ്ഠമാണ്. എവിടെ നിന്നാണ്? ചിത്തത്തിൽ നിന്നാണ്. ചിത്താകാരം രൂപം പ്രാപിച്ചാണ് ഇത് വരുന്നത്.
പോരാ 8ഉം 9ഉം 10ഉം. അപ്പൊ പ്രണവ അന്തരിതമായ സംഖ്യാവിനിമയത്തിൽ ജ്യോതിശാസ്ത്രത്തിന്റെയും തച്ചുശാസ്ത്രത്തിന്റെയും സംഗീതശാസ്ത്രത്തിന്റെയും മറ്റു ശാസ്ത്രങ്ങളുടെയും എല്ലാം യുക്തിരഹസ്യം അച്ചടക്കമാണ്. അതിലടങ്ങിയിട്ടുണ്ട്. മനുഷ്യാലയങ്ങളും ദേവാലയങ്ങളും അവയ്ക്കൊക്കെ ഭൂമി പരിഗ്രഹം ചെയ്യുമ്പോൾ അത് ചതുരസ്രമാക്കും. ഭൂമിയെ പരിഗ്രഹം ചെയ്ത് അത് ചതുരസ്രമാക്കും. ശാസ്ത്രരീത്യ അഷ്ടാംഗ ദിഗ്വർഗ പദങ്ങളിൽ അതിനെ ചതുരസ്രമാക്കി അഷ്ടവർഗം, അംഗവർഗം, ദിഗ്വർഗം ഇങ്ങനെ പദങ്ങളാക്കും. അപ്പോ അതിനെ അഷ്ടാംഗ ദിഗ്വർഗ പദങ്ങളിൽ 8, 9, 10 ഇവയുടെ വർഗത്തിന അഷ്ടാംഗ ദിഗ്വർഗ പദങ്ങൾ എന്ന് പറയുന്നത്. ഈ 3 എണ്ണം 8 64, 9 9 81, 10 × 10 100. ഒന്നുകൊണ്ട് ഖണ്ഡിതമായ, ഇതിലേതെങ്കിലും ഒന്നുകൊണ്ട് ഖണ്ഡിതമായ ഏതെങ്കിലും ഒരു പദത്തിൽ വിധിപരമായി സ്ഥാനം നിർണയിക്കും. അങ്ങനെയാണ് സ്ഥാനം കാണുന്നത്. സ്ഥാനം കാണാൻ ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റലായി അറിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ പഠിക്കാൻ എളുപ്പമാണ്. 64 ഖണ്ഡങ്ങളുള്ള പദം അഷ്ടവർഗ പദം, 81 ഖണ്ഡങ്ങളുള്ളത് അംഗവർഗ പദം, 100 ഖണ്ഡങ്ങളുള്ളത് ദിഗ്വർഗ പദം. അതാണ് അഷ്ടാംഗ ദിഗ്വർഗങ്ങൾ. ഇവയെ ക്രമമായി പ്രാചീന ചതുഷ്ഷഷ്ടി പദം കേട്ടിട്ടുണ്ട്. ചതുഷ്ഷഷ്ടിയിൽ ഉപാരാധ്യയായ ദേവി കേട്ടിട്ടില്ല. ചതുഷ്ഷഷ്ടി ഉപാരാധ്യ കേട്ടിട്ടുണ്ടാവും ലളിതാ സഹസ്രനാമത്തിൽ. അതാ ചതുഷ്ഷഷ്ടി പദം. ഏകാശീതി പദം 81, ശതപദം 100 ഇങ്ങനെ പറയും. ഈ 3 വിധത്തിലാണ് പദകൽപ്പന. ഗുണസംഖ്യ കൊണ്ട് ഓരോ പദത്തിലും 3നും അവാന്തര പദങ്ങളും ചുറ്റുചുറ്റായി ഉണ്ടായി കാണും. അങ്ങനെയാണ് അതിന്റെ പര്യന്തം കണക്കാക്കുന്നത്. അതിൽ മധ്യത്തിൽ ബ്രാഹ്മം, പുറം ചുറ്റിൽ ദൈവം, അതിന്റെ പുറം ചുറ്റിൽ മാനുഷം. ഇവ അവാന്തര പദങ്ങൾ. ഇങ്ങനെയൊക്കെ അതിനെ കണക്കാക്കുന്നത്. അതിൽ നാഡികൾ, രഞ്ജുക്കൾ, സൂത്രങ്ങൾ, മർമ്മങ്ങൾ, വീഥികൾ എന്നിവയെല്ലാം ഉണ്ടാവും, അടങ്ങിയിരിക്കും. അവ ഒന്ന് മറ്റൊന്നിനെ വേദിക്കാതെ രൂപാന്തരപ്പെടുത്തണം എന്നെല്ലാം പറയും. ദേശമാണെങ്കിലും അത് മായാവൃതമാകൊണ്ട് മനസ്സിന്റെ കൽപ്പനയാണ്. എൻ്റെ മനസ്സിന്റെ കൽപ്പനയാണ് എൻ്റെ ദേശം, എൻ്റെ മനസ്സിന്റെ കൽപ്പനയാണ് എൻ്റെ വീട്. അതിലൊന്നു മറ്റൊന്നിനെ വേദിച്ചാൽ തദ്വാരാ മനസ്സും, മനസ്സ് വേദിച്ചാൽ ഇതും ഒരുപോലെ ബുദ്ധിമുട്ടിലെത്തും. ഇതാണ് അതിന്റെ ഫണ്ടമെന്റൽ. ഇതാണ് ആ ഗണിത യുക്തിയുടെ ആരംഭത്തിലെ, സംഖ്യാശാസ്ത്രത്തിന്റെ ആരംഭത്തിലെ ഗുണക്രമങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. വെള്ളവായ്മ. ശരി, ചായ കുടിക്കാം. കുടിച്ചിട്ടാണ്